അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് തുടങ്ങിയാലോ? നമ്മുടെ ഓഡിയൻസ് നല്ല ചൊണക്കുട്ടന്മാരും ചൊണക്കുട്ടികളും നമ്മുടെ പ്രേക്ഷകർ റെഡിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. അടുത്തത് വളരെ ലൈഫായിട്ട് ഏത് സ്കിറ്റ് ചെയ്താലും വളരെ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു കെട്ടിമാറാപ്പുകളും ഇല്ലാതെ ഏത് ക്യാരക്ടറാണോ ആ ക്യാരക്ടറിന് ആപ്റ്റായിട്ടുള്ള ബോഡി ലാംഗ്വേജിലും പെർഫോമൻസും കൊണ്ടുവരുന്ന ഒരു ഗംഭീര ടീമാണ് അടുത്തായിട്ട് വരാൻ പോകുന്നത്. ആരാണ് ലീഡ് എന്ന് ചോദിച്ചാൽ 3 പേര് ലീഡിങ്. 3 പേര് ലീഡിങ്. ആരൊക്കെ പറ? ഞാൻ പറയാം. അജേഷ്, മനോജ് വള്ളഞ്ചുഴി, മനോജ്, പിന്നെ നമ്മുടെ സുമി. അടിപൊളി ഒരു കൈ കൊടുക്കാം. വെള്ളാരം കുന്നിലേറി മുന്നാടി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ. വീട്ടിൽ 3 നേരം പാൽക്കഞ്ഞി കുടിച്ചോണ്ടിരുന്ന ഞാനാ ഈ വീട്ടിൽ എന്ന് വന്നോ എപ്പോഴും പഴങ്കഞ്ഞി. പ്രണയിച്ച് നടക്കുന്ന പെമ്പിള്ളാരെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ പറയുവാ, വീട്ടുകാരെ വെറുപ്പിച്ചോണ്ടൊന്നും ഇറങ്ങി പോവല്ലേ. അഥവാ പോവാന്നെങ്കിൽ നല്ല ഗതിയുള്ളവന്റെ കൂടെ പോണം. വലിയ വീട്ടിലാണ് നോക്കുകുത്തി വിട്ടിട്ടേക്കുന്നത്. നോക്കുത്തിയല്ലേ ഇത് ഞാനാ. തട്ടിക്കത്ത് കയറി കിടക്കുന്ന എന്തോ നിന്നെ ആരുടെ കറി വെച്ച് വെച്ചേക്ക് വന്നത്? ഇല്ല, എന്നെ ആരാണ്ട് കയറി നട്ടു. എന്റെ പൊന്നു ചേട്ടാ, ഇച്ചിരി പഴങ്ങഞ്ഞി ഇരുന്നതേ കുടിക്കാൻ നോക്കിയതാ, ബാലിന് സെറ്റ് അങ്ങ് പോയി. എനിക്ക് തടി വിശക്കുന്നില്ല. എനിക്ക് എന്തോ വിശക്കുന്നില്ലയോ? ഇന്നലെ പിണങ്ങി പട്ടിണി കിടക്കുമ്പോ ആലോചിക്കണമായിരുന്നു. നിങ്ങക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ എടുത്തങ്ങ് കുടിച്ച്. ഒന്നും ഇരിപ്പില്ല. എരിവും പുളിയില്ലാത്ത ഞാൻ തിന്നത്തില്ല. പിന്നെ ഞാൻ എന്താ വേണം? ഞാൻ എവിടുന്നേലും ഇരുന്നങ്ങ് തിന്നോളാം. ഇരുന്ന് തിന്നും. ഇട്ടിരിക്കാൻ ഒരു കസേര മേടിച്ചിടാൻ പറഞ്ഞിട്ട് ഞാൻ എത്ര നാളായി. കസേര ഉണ്ടോ ഇവിടെ? പിന്നെ എന്ന് പറഞ്ഞ ജി ഉച്ചകോടി നടക്കുന്ന എന്റെ വീട്ടിലല്ലേ കസാറയില്ല വാങ്ങിച്ചിടാ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരും. പണിക്ക് പോകുന്നില്ലയോ? എനിക്ക് തൊണ്ടയ്ക്ക് വേദന. തൊണ്ടയ്ക്ക് വേദനയോ? അനൗൺസ്മെന്റ് ഡബിംഗ് ഒന്നും അല്ലല്ലോ ജോലി, വാർക്കപ്പണിയല്ലയോ? അതിലെവിടാ തൊണ്ടവേദന? കുടിച്ചിട്ട് ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പോവാത്തെ. നിങ്ങൾ ഇങ്ങനെ ചീത്ത വിളിച്ചോണ്ട് നടക്കും. അപ്പുറത്തെ സുധാകരനും ഭാര്യ എങ്ങനെ ജീവിക്കുന്നതെന്ന് നോക്കണം. ഞാൻ പോയി നോക്കിയപ്പോഴാണ് ചൂടുവെള്ളം എടുത്ത് എന്നെ മോന്തയ്ക്ക് ഒഴിച്ചത്. ഒളിഞ്ഞു പോയി നോക്കുന്ന കാര്യമല്ല പറഞ്ഞത്. അവൻ എന്തോ സ്നേഹവും അവളോട്. അവൾ എന്തോ പറഞ്ഞാലും അവൻ വാങ്ങിച്ചു കൊടുക്കും. അവൻ അവളെ പേടിയാ, അതും കൊണ്ടാ. എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെന്താ പറഞ്ഞേ? എനിക്ക് നിന്നെ പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. പറഞ്ഞു നോക്കേ. ഞെട്ടിട്ട് അങ്ങ് കിടിക്കിന്ന് അങ്ങ് പറഞ്ഞാ മതിയല്ലോ. മിണ്ടി പോയക്കരുത് എന്നോട്, ഞാൻ പറഞ്ഞേക്കാം. നീ പണങ്ങിയോ? എന്റെ കണ്ണ് തുറച്ചു മൂക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പണങ്ങിയെന്ന്. മിണ്ടത്തില്ല നീ? ഇല്ല. ഓമനെ അങ്ങനെ വിളിച്ചു പോരുത്. തമന്നേ എന്തുവാ ഉന്തുവാ? ഇതും കൂടെ തന്നെ ഞാൻ പണിക്ക് പോകാത്തത്. ഇനി വിവരക്കേടും കൂടെ നാട്ടുകാർ കേൾക്കാൻ വിളിച്ച് പറയാങ്ങ. വിവരവും വിദ്യാഭ്യാസവും ഉള്ളടത്തെ കുഞ്ഞു വന്ന് നിക്കില്ല കണ്ടോ? എന്റെ അച്ഛനും അമ്മയ്ക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, വിവരമുണ്ട്. ആകാശത്തൂടെ വിമാനം പോയപ്പോ അരി വാരിയിട്ടിട്ട് പറയാ, വാ കൊത്തി തിന്നിട്ട് പോ കുഞ്ഞെന്ന് പറഞ്ഞ ഇവിടെ തന്ത. തങ്കച്ചനുമായിട്ട് വഴക്കിട്ടപ്പോ പോലീസ് പിടിക്കാൻ വന്നതിന് തട്ടുകടയിലെ ഉഴുന്നുവട കഴുത്തിലിട്ട് കായലിൽ ചാടി രക്ഷപ്പെടാൻ നോക്കിയതാണ് നിങ്ങളുടെ അച്ഛൻ. സ്വന്തം ഭാര്യയുടെ ചിതാഭസ്മം കടലിൽ കൊണ്ട് ഒഴുക്കിയിട്ട് മുങ്ങിയിട്ട് പൊങ്ങി വന്നപ്പോ തൊട്ടടുത്ത് പൊങ്ങി വന്ന മദാമയെ കയറി കെട്ടിപ്പിടിച്ചിട്ട് വിലാസിനി നിനക്കൊരു പുനർജന്മം ഉണ്ടാകും ഞാൻ അറിഞ്ഞില്ലെന്ന് മദാമയുടെ കയ്യിൽ നിന്ന് അടി മാറ്റി കെട്ടിയതാണ് ഇവിടെ അപ്പൂപ്പൻ. നിങ്ങളുടെ അച്ഛൻ കോമഡി പറഞ്ഞു. അമ്മയാ ഈ പാട്ട് പാടിയതോ? ഹലോ അമ്മേ. ഉണ്ട്, മനുഷ്യൻ ഇവിടെ ഉണ്ട്. കൊടുക്ക. ഇവിടൊക്കെ തന്നെ ഉണ്ട്. നിങ്ങൾ മോളോട് സംസാരിക്കുക, എന്നോട് സംസാരിക്കുക. ഹലോ. അയ്യോ ദേഷ്യപ്പെട്ടല്ല, മതിചാന്റെ ടോൺ അങ്ങനെ. എന്ത് വരുന്നോ? വീട് മസ്തൊക്കെ ഞങ്ങളുടെ പേരിലോ? അയ്യോ അമ്മച്ചേ, എന്തായാലും പിണങ്ങിയിരുന്നിട്ട് എന്താ കാര്യം സാധിക്കും? ഞാൻ എപ്പോഴും അമ്മച്ചിയുടെ കാര്യം ഇവളോട് പറയാം, ഇവിടെ അമ്മച്ചിയെ കുറച്ച് ഇവിടോട്ട് വിളിക്ക്, നമ്മുടെ ഒരാഴ്ച ഇവിടെ താമസിച്ചിട്ട് പോകാം. അയ്യോ എന്നും ഞാൻ പ്രാർത്ഥിക്കും അമ്മച്ചി സുഖമായിട്ടിരിക്കാനൊക്കെ ഉണ്ട്. ഞാൻ മോടെ കയ്യിലോട്ട് കൊടുക്കാൻ കേട്ടോ. എനിക്ക് വയ്യ, നീ കള്ളം പറയാം. ഹലോ, വരുവാന്നോ? അതിനെന്താ സന്തോഷമുണ്ട്. വന്നിട്ട് 4 മണിയാകുമ്പോഴത്തേക്കോ? ശരി അമ്മേ. ചേട്ടാ
അച്ഛനും അമ്മയും നാത്തൂനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. വരട്ടെ നല്ല ഒരു വരട്ടെ. അവര് വരില്ലെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊരു അങ്ങനെ പറഞ്ഞത്. അവര് വീടും ബസ്സും നമ്മുടെ പേരിൽ എഴുതി തരാന്നല്ലേ പറഞ്ഞത്. നമുക്ക് കിട്ടുമ്പോഴേ അതങ്ങ് വിൽക്കണം. അതെന്തിനാ? നമുക്ക് വാടകയ്ക്ക് താമസിക്കാം, അതാ രസം. അവര് വരില്ലെന്ന് പ്രാർത്ഥിക്കുമ്പോ നിങ്ങൾ ഇത് എന്തു പറയുന്നത്? എന്ത് ഈ പറഞ്ഞത്? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? എന്റെ കഴുത്തിൽ വല്ലതും ഉണ്ടോ? എന്റെ കാലിൽ വല്ലതും ഉണ്ടോ? എന്റെ കഴുത്തിൽ ഇച്ചിരി പോലെ ഇത്ര നാളായിട്ട് നിങ്ങൾ മേടിച്ചു തന്നിട്ടുണ്ടോ? അവര് വന്ന് കയറുമ്പോ ഇതൊന്നും ഇല്ലെന്ന് കണ്ട. എടി നമുക്കൊന്നും ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ദയ തോന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് കൂടുതൽ തരും. അപ്പൊ ഒന്നുമില്ലായിരിക്കുന്നല്ലേ നല്ലത്? തരത്തില്ല. അതെന്താ? എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. എന്ത് അബദ്ധം? ചേട്ടാ, നമ്മുടെ ഇവിടെ ഒരു കലണ്ടർ ഇല്ലായിരുന്നു, ആ ജ്വല്ലറിയുടെ പരസ്യമുള്ള ഒരു നയൻതാരയുടെ ഫോട്ടോ ഉള്ള ഒരു ഫോട്ടോ ഒത്തിരി സ്വർണ്ണമൊക്കെ ഉള്ള അതിനകത്ത് നയൻതാരയുടെ തല വെട്ടി മാറ്റിയിട്ട് ഞാൻ എന്റെ തല വെച്ചിട്ട് എനിക്ക് ഒത്തിരി സ്വർണ്ണം ഉണ്ടെന്ന് അറിയിക്കാൻ അമ്മയ്ക്ക് ഫോട്ടോ ഇട്ട് കൊടുത്തു. ചേട്ടാ, അവര് വരുമ്പോഴത്തേക്ക് ഒരു മാല എവിടുന്നെങ്കിലും ഒരു മാല ഒന്ന് കഴിക്കാൻ പോലും ഇച്ചിരി പറ്റില്ലാത്ത വീട്ടിൽ ഞാൻ ഒരു മാലയൊക്കെ എങ്ങനെ ഒപ്പിച്ചെടുത്തു? ഇതുവരെ ഞാൻ നിങ്ങളുടെ ദാരിദ്ര്യത്തിന്റെ കണക്കൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അമ്മ വിഷമിക്കാതിരിക്കാൻ എനിക്ക് ഒരു മാല ചേട്ടാ, എവിടുന്നെങ്കിലും ഒരു മാല എനിക്ക് വരുന്ന അയൽപക്കത്ത് വഴക്കുണ്ടാക്കുന്നത് കേൾക്കാൻ വരുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ പറയും. നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ദ്രോഹന കയറി വന്നാൽ ഞാൻ ഇറക്കി വിടും. ഞാൻ ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അയ്യോ അണ്ണ, ഇത്രയും നേരം എവിടെ ആയിരുന്നു? ഇന്നലെയൊക്കെ വരാൻ ഞാൻ കണ്ടില്ലല്ലോ. വീട്ടിലില്ലായിരുന്നു, ടൂർ പോയപ്പോല്ലായിരുന്നു. എവിടെയായിരുന്നു? കൊടൈക്കനാൽ. ഇന്ന് രാത്രിയിലാ വന്നേ. അതൊന്നും വന്നേടാ. ഞാൻ ഈ തൊട്ടടുത്ത് താമസിക്കുന്നവനാ. എനിക്കറിയാം. എടാ, എന്തോ ഒച്ചയാടാ ഇവിടെ. ഞാൻ ബാത്റൂമിൽ ഇരുന്നപ്പോ കേൾക്കാമല്ലോടാ ഇവിടുത്തെ ഒച്ച. നീ ബാത്റൂമിൽ ഇരുന്നുണ്ടാക്കിയ ഒച്ച ഞങ്ങൾ കേട്ടു. ഞങ്ങൾ എന്തെങ്കിലും പരാതി അങ്ങോട്ട് വന്നിട്ടുണ്ടോ? അത് മാറപ്പോ രണ്ടുപേരും വന്നേ. എന്തോ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നറിയാവോ? അതങ്ങ് മറന്നു. ഇനി വിഴുങ്ങാൻ വന്നേക്ക് വന്നേ. അതല്ലെന്ന്. എടാ, എന്റെ മോന്റെ പിറന്നാളല്ലേ നാളെ? ചിത്തുമോന്റെയോ? ചിത്തുമോന്റെ 18ാം പിറന്നാളാ നാളെ. 18 വയസ്സോ? ആ, അവനെ കണ്ടാ പറയത്തില്ല 18 വയസ്സുണ്ടെന്ന്. എനിക്കോ തോന്നിയില്ലടാ. മിനി ഞാൻ അവന്റെ റൂം ഒന്ന് പരിശോധിച്ച് തുറന്നപ്പോഴാ മനസ്സിലായത്. എന്ത്? അല്ല, അവൻ എഴുതി വെച്ചിട്ടുണ്ട് എന്റെ പിറന്നാൾ ഇന്നാണ്, പപ്പ സർപ്രൈസ് തരണേന്ന്. പിറന്നാളായിട്ട് എന്തൊക്കെ ഉണ്ട്? ഫ്രൈഡ് റൈസും ചിക്കനും ഉണ്ടാക്കുന്നുണ്ട്. നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, വന്ന് കഴിക്കണേ. ഇപ്പോഴാ ഫ്രൈഡ് റൈസും ചിക്കനും കാര്യവും പലഹാരങ്ങളും നമ്മളെ ബേക്കറിയിലെ എല്ലാ സാധനം ഞാൻ തിന്നതിന് എത്രയും നീ തിന്നിട്ടില്ല മോനെ. എന്നിട്ടാണോടാ മിനി ഞാനൊരു പപ്സ് നിനക്ക് തിന്നാൻ തന്നപ്പോ പെണ്ണുമ്പിള്ളയുടെ ഫോട്ടോ വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞെടുത്ത് കളഞ്ഞത്. അത് പപ്സായിരുന്നു, ഞാൻ പേടിച്ച പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും വിഷയമുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തോ സംഭവം? എന്തോ വിഷയമുണ്ട്. അണ്ണൻ അമ്പിളി അങ്ങനെ നോക്കുന്നു നല്ല രീതിയിലല്ലേ? പിന്നെ അടിപൊളി, എന്തോ സുഖ സൗകര്യത്തോടാണ് ഞാൻ അവളെ നോക്കുന്നത് അറിയാം. അണ്ണൻ അറിയാമല്ലോ, എന്റെ അച്ഛനെ അമ്മയും വെറുപ്പിച്ചിട്ടാണ് ഞാൻ ഇടകൂടെ വന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അവരിങ്ങോട്ട് വരുവാ. അത് സന്തോഷിക്കല്ലോ വേണ്ട, എനിക്ക് അറിയാമെന്ന് വേണ്ടത്. ഞാൻ പറയട്ടെ, അന്നേരം അവരുടെ മുമ്പ് ഇട്ടോണ്ടിരിക്കുക ഒരു ശകലം പൊന്ന്. ഓക്കെ, എന്റെ കഴുത്തിന് ഞാനെല്ലാം ഒന്നുമില്ല. എന്തുകൂടെ ഈ പറയുന്നേ? എന്തോ ഇവിടെ പറയുന്നേ? ടെലികാസ്റ്റിംഗ് വരും ഇന്ന് നോക്കിയോ. എന്താ ഒരു പെണ്ണിന്റെ കണ്ണുനീര് വീണാൽ നശിച്ചു പോകൂടാ. അവിടെ നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നോളല്ലേടാ. ഒരു ദയ ഇല്ലടാ നിനക്ക്. അവിടെ കഴുത്തില്ലടാ. നോക്ക്, പെണ്ണുങ്ങൾ കരയുമ്പോ കാണാൻ ആൾക്കാരുണ്ടല്ലോ, ആളുകൾ കരയുമ്പോ കാണാൻ ആൾക്കാരാകില്ലല്ലോ. അയ്യോ, ഇതിനു വേണ്ടി എവിടെ ഇരിക്കുവാടാ ഈ വിറപ്പിക്കാനെ കൊണ്ട്? എടാ, പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്ന മാനം മര്യാദയ്ക്ക് നോക്കണോടാ. നിവൃത്തിയില്ലാഞ്ഞിട്ടൊന്നും അല്ലേ? എന്താ നിവൃത്തിയില്ല? മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണോടാ അവക്ക്. എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ അപ്പൂപ്പൻ, അവർക്കാർക്ക് ഇത് അറിയത്തില്ല. ഇങ്ങനെ വെക്കാനോ? അതല്ല, അന്ന് എന്റെ അമ്മ പറഞ്ഞതാ, എന്റെ അമ്മാവന്റെ മോള് മഞ്ജുഷയെ കല്യാണം കഴിച്ചാ മതിയെന്ന്. മഞ്ജുഷ ഇവിടെ കൂട്ടല്ല. പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഈ ജലദോഷം ചീറ്റിലും ഒക്കെ ഉള്ളതാന്നോ? എന്തെങ്കിലും പറയുന്നു ഉടനെ. 4 മണിയാകുമ്പോ ഒരു 3:30 എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ എനിക്കറിയത്തില്ല. സമാനപ്പെടാ, അവര് വരും, നിങ്ങളൊന്നും പേടിക്കണ്ട കേട്ടോ. കേട്ടോ, എന്തെങ്കിലും വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കടാ. മോന്റെ പിറന്നാൾ ക്ഷണിക്കാൻ വന്നാണ് എല്ലാരും പറഞ്ഞേ. ദൈവമേ, കണ്ടോ കണ്ടോ കണ്ടോ, അങ്ങനെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ അങ്ങനെ കൈ വീശിപ്പോ. ഇതാണോ ഒരു കൂട്ടുകാരന്? മാല വാങ്ങിച്ചാ പറ്റോടി? അയാൾ മാല വാങ്ങിച്ചാനെന്ന് പറഞ്ഞു. ഒന്നുള്ളത് സഹായിക്കുകയൊക്കെ ഒന്ന് ചെയ്യാമല്ലോ. എന്തെങ്കിലും ഒന്ന് മറിച്ച് തരരുതോ അങ്ങേർക്ക്? ഇനി വരട്ടെ, ഇനി വരട്ടെ. അങ്ങനെ കോറിയാൻ തല്ലി ഓടിക്കും. അല്ലേലും അയൽപക്കത്ത് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമ്പോ ഇങ്ങനെ വരും. ഞാൻ അമ്മ വരുമ്പോ ഞാൻ എന്താ പറയാ എന്റെ ചേട്ടനെ സഞ്ചിക്കകത്ത് പാമ്പിനെ കൊണ്ടൊന്ന് പേടിപ്പിച്ചേ. അയ്യോ, കണ്ണു നേരെയാക്കി. ഓമനക്ക് ഇടാൻ വേണ്ടി കൊണ്ടുവന്ന ഇത്. എനിക്കോ? ആ, അമ്പിളി ഇന്ന് അമ്മ വരുമല്ലേ? ഇതിട്ടേ കുഴപ്പമില്ലെന്ന് അവനെ വിളിക്ക്. കുഴപ്പമില്ല, വിളിക്ക്. വെള്ളം തളിക്കാനോ? വേണ്ട, അവൻ അവിടെ കിടന്ന് കിളിക്കും ചിലപ്പോ. കുളിക്ക് വിളിച്ചാ മതി. ചേട്ടാ, മതി ചേട്ടാ. എനിറ്റേന്ന് മതുവേ,
എന്തുവാ സ്വർണ്ണമൊക്കെ? എടാ ഇത് അമ്പിളിയുടെയാ. അപ്പൊ അമ്മ വരുമെന്ന് പറഞ്ഞില്ലേ, കൊച്ചു വിഷമിച്ചിരിക്കല്ലേ. ഇതിന് ആവശ്യമില്ലടാ, ഇതിന് ആവശ്യമില്ല. എടാ സാരമില്ല, അവൾ ഇത് എടുക്കത്തൊന്നുമില്ല, അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയേക്കുന്ന എപ്പോഴും നോക്കത്ത് പോലുമില്ല. നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലായി. വേണ്ട വേണ്ടാടി, വേണ്ട, നമുക്ക് വേണ്ടാടി അത്. മധുവേ എന്നെ അങ്ങനെ അവിടെ കാണുന്നേ. ഓമനെ ഇതങ്ങോട്ടിട്ടെ ഇട്ടെ. എങ്ങനെയുണ്ട് അടിപൊളി? സന്തോഷമായില്ല? വള കളിച്ചു. വള വേണ്ട, വള വേണ്ട, വള വേണ്ട. ഇങ്ങോട്ട് ഇങ്ങോട്ട് അത് മോശമാണ്. അത് അയ്യോ വേണ്ടായിരുന്നു, പെട്ടെന്ന് എനിക്ക് വേണ്ടായിരുന്നു. ആ കൈ പിടിച്ചിട്ട് സന്തോഷമായില്ലേ? സന്തോഷമായി. അത് അവര് വന്ന് പോകുമ്പോഴേ 10 മിനിറ്റ് കഴിയുമ്പോ അങ്ങ് ഊരി തന്നേക്ക് അങ്ങോട്ട്. വേണ്ടടാ, 2-3 ദിവസം ഇട്ടോണ്ട് നടന്നു. എടാ അവൾ എടുക്കത്തില്ല, നമുക്ക് അറിയത്ത് പോലും ഇല്ല ഇത് എവിടെ ആയിരിക്കുന്നത്. സന്തോഷമായില്ലേ? സന്തോഷമായി. ഓക്കെ ഓക്കെ ഓക്കെ. അമ്മയൊക്കെ വരുമ്പോ ഞാൻ തിരക്കിന്ന് പറയുന്നത്. വരുമ്പോ വിളിക്കാം. വന്നേ. ഓക്കെ ഓക്കെ ഓക്കെ. കൂട്ടുകാരെ പറ്റി ഇങ്ങനെ പറയരുത് കേട്ടോ. എന്തൊരു മനുഷ്യന് നിങ്ങള്. ഒരു ആവശ്യം സഹായിക്കാൻ കൂട്ടുകാരെ കാണത്തുള്ളൂ. ലിംഗസ്യാന്ന് പറഞ്ഞോണ്ട് നിക്ക്. അങ്ങനെ എല്ലാരും ഇപ്പൊ കാണായിരുന്നു. ശരി, മഞ്ചിയെ വിളിച്ചട്ടെ. വീഡിയോ കോൾ ചെയ്ത് ചെട്ടിൽ എവിടെ കാണിച്ചേ. അമ്മേ ആ, അല്ല അതെ, ഇന്നലെ കാണിച്ച സ്വർണ്ണം അങ്ങ് വിറ്റിന്ന് രാവിലെ ഞങ്ങൾ പുതിയതായിട്ട് മേടിച്ചതാ. ആ എപ്പോഴാ വരുന്നേ? ആ ശരി 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 ശരി. ആ ശരി 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 ശരി. അമ്മയൊക്കെ വരാറായി കേട്ടോ, അമ്മയൊക്കെ വരാറായി. പറഞ്ഞേ അടുക്കാറായി അടുക്കാറായി. കൊടുക്കുന്ന എന്ത് ഇപ്പൊ? അതുവേ വന്നില്ല, വരുമ്പോ വിളിക്കാം. വരുമ്പോ വിളിക്കാം, വാ. വരുമ്പോ വിളിക്കായിരുന്നു. അല്ല ഒരു ചെറിയ വിഷയമുണ്ട്. ഉഴുന്നൊക്കെ വന്നു. അല്ല അമ്പിളിക്കേ ഇന്ന് 3 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. നീ ഇവിടെ നിന്നാ മതി. അല്ല അവള് ഈ ചുമന്ന സാരി പട്ടുസാരി ഉടുത്തോണ്ടാ പോണോന്ന് പറഞ്ഞു. അപ്പൊ അവള് പറയുന്നത് ചുമന്ന പട്ടുസാരിയുടെ കൂടെ സ്വർണവും ഒക്കെ ഇട്ടാലേ ചേരുള്ളൂ, സ്റ്റാറ്റസിന് ചേരുള്ളൂ എന്നാ പറയുന്നത്. അത് വീട്ടിൽ ഇഷ്ടത്തിനില്ല, എടുത്തിട്ട് ഇരിപ്പിക്കത്തില്ല. അത് അതല്ലേ ഇവിടെ കൊണ്ടുവന്ന് തന്നേക്കുന്നത്. ഇത് വേണം, അവർക്ക് മീറ്റിങ്ങിന് പോകണം. അമ്മ വരുമ്പോ അങ്ങനെ ഊരിട്ട് ഞാനങ്ങ് തന്നേക്കാം. ഞാൻ അവിടെ ചെന്ന് കയറാം, അവൾ എന്നെ വീട്ടിൽ കയറ്റത്തില്ല. കാണിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വേണമെന്ന്. ഞാൻ പറഞ്ഞിരുന്നോ? ഞാൻ ഇതെടുത്ത് വീഡിയോ കോൾ ചെയ്ത് എന്റെ അമ്മയെ കാണിച്ചു. ഇപ്പൊ ഊരി തരുന്നില്ല. എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടായിരുന്നു, വീട്ടിൽ ഇരുന്ന് കൊണ്ട് കൊടുത്തിട്ട്. അല്ല ഇത് മധുവേ, ഞാൻ നാളെ നിന്നോടൊരു കാര്യം പറഞ്ഞില്ല. മോട്ടിക്കുന്നോ? മോട്ടിക്കുന്നോ? അല്ല ഇത് എടാ അമ്പിളിക്ക് മീറ്റിങ്ങിന് പോകണം. എടാ അത് നീ ഞങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ നീ ഞങ്ങളെ ഒന്ന് സഹായിച്ചല്ലയോ? എടാ മധു, ഞാൻ നിന്നെ സഹായിച്ചു. അപ്പൊ എനിക്കൊരവസ്ഥ വരുമ്പോ നീ തിരിച്ചും സഹായിക്കണ്ടേ? അങ്ങനെ സഹായിക്കണം. ഹലോ ആ അമ്മേ. അയ്യോടാ, എന്തുവാ? 3-ാം തീയതിയോ? ആ കുഴപ്പമില്ല. ആ ശരി 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 സാരോ. ചേട്ടാ ഇറങ്ങാൻ നിന്നപ്പോ അമ്മയ്ക്ക് ഒരു മേലാഴിക. 3-ാം തീയതി അവര് വരും. അത് മതി, 3-ാം തീയതി വരുമെന്ന്. 3-ാം തീയതി വരുന്നുള്ളൂ? ആ വരുന്നു. ഇവിടെ കിടന്നുറങ്ങുവാന്നടാ. എന്റെ പെണ്ണുമ്പിള്ളേക്ക് ഇത് ഫംഗ്ഷനൊക്കെ പോകണ്ടേ? കൊണ്ട് കൊടുക്ക് പോ. വീട്ടിൽ കിടന്നുറങ്ങുന്നു പോ. അപ്പൊ നിങ്ങളുടെ അമ്മയൊന്നും വരത്തില്ലേ? അവര് 3-ാം തീയതി വരുത്തുള്ളന്ന്. അന്നത്തേക്ക് ഞാൻ എന്തോ ചെയ്യുമെന്നോ ഇപ്പൊ ആലോചിക്കുന്നത്. ഒന്നും പേടിക്കണ്ട, ഞാൻ ഇവിടെ ഇരിക്കല്ലയോ. 3-ാം തീയതി രാവിലെ ഞാനിത് കൊണ്ട് തന്നാ പോരെ? കണ്ടോ, എത്ര കിട്ടിയാലും മതി വരത്തില്ല. സഹായിക്കും. അപ്പൊ 3-ാം തീയതി രാവിലെ ഓക്കെ. ശരി ശരി. വിളിക്കുന്നത് അമ്പിളിയോ? എന്താ അമ്പിളിക്കുട്ടി ആണോ? ആ ഹാപ്പി, സന്തോഷം. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അമ്പിളിയുടെ ഇന്നത്തെ മീറ്റിംഗ് ക്യാൻസൽ ആയി. അത് 3-ാം തീയതി രാവിലെ 10 മണിക്ക് ആക്കി. നിങ്ങളുടെ ഭാര്യയുടെ ഒരു മീറ്റിംഗ് നമ്മളെ ചീറ്റിക്കായിരുന്നു. സുമി, മനോജ് ആൻഡ് അജേഷ്, നല്ലൊരു കൈഡ് കൊടുക്കാം. എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്ത മനോഹരമായിട്ടൊരു സ്കിറ്റായിരുന്നു ഇത്. കമന്റ്സിലോട്ട് പോയാലോ? ആദ്യം പ്രചോദ തുടങ്ങാം. അടിപൊളിയാണ്, സൂപ്പർ. നിങ്ങളത് മതിമറന്ന് അവിടെ കളിച്ചു, ഞങ്ങൾ ഇവിടുന്ന് മതിമറന്ന് ആസ്വദിച്ചു എന്ന് പറയാം. കാര്യം ഇതിനകത്ത് ഭയങ്കരമായ എന്താ പറയുന്നൊരു സ്പീഡോ അങ്ങനൊന്നും ഇല്ലാതെ നിങ്ങളൊരു ലൈഫ് കളി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് നിങ്ങൾ 3 പേരും തെളിയിച്ചതാണ്. പക്ഷേ ഇന്നത്തെ കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. സുമി തുടക്കം തൊട്ട് വന്ന് സുമിയുടെ ഒരു സ്റ്റാൻഡ് തുടക്കം മുതൽ എങ്ങനെ അത് പിടിക്കുന്നോ, ആ ക്യാരക്ടർ പിടിക്കുന്നോ, അത് അവസാനം വരെ വളരെ ഗംഭീരമായിട്ട് സുമി അത് അവതരിപ്പിച്ചു. അതുപോലെ മനോജിൻ്റെ ചില മോഡുലേഷൻ പരിപാടികൾ നമ്മുടെ പിടി വിട്ടുപോരും. കാര്യം എന്തോ ഒരു കാര്യം പറഞ്ഞു, മഞ്ജു അതൊക്കെ അത് നമ്മളെന്താ അറിയോ, ഒരു എക്സ്ട്രാ ഓർഡിനറി. കാര്യം അങ്ങനെയുള്ള ചില സാധനങ്ങൾ, പിന്നെ മറ്റേ മരിച്ചുപോയ അമ്മയുടെ കാര്യം പറയുന്നൊരു സാധനം, അതൊക്കെ കൗണ്ടറുകളൊക്കെ നല്ല രജിസ്റ്റർ ആയിട്ട് പോയി. അജേഷ് സൂപ്പറായിരുന്നു കേട്ടോ. പറയാൻ കാര്യം അജേഷിൻ്റെ ഓരോ വരവിനും പോക്കിനും ഇവിടെ കയ്യടി ഉണ്ടായിരുന്നു. നമുക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടു. 3 പേരും ഒരു സ്കിറ്റല്ല, ഒരു ചെറിയൊരു സിനിമ നമ്മളിട്ടിരുന്ന് കാണുന്ന പോലെ ഒരു ഫീല് നിങ്ങൾ തന്നു. 3 ക്യാരക്ടേഴ്സ് നിറഞ്ഞു നിന്നുള്ള നല്ല വൃത്തിയായിരുന്നു, ഒരു കുറവുമില്ല. നമുക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ.
അടിപൊളിയായിരുന്നു 3 പേരും. നമുക്കിത് കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ ഇഷ്ടം തോന്നി ആ സ്ക്രിപ്റ്റിനോട്. ഭയങ്കര ലളിതമായ ഒരു സാധനം, സാധാരണ വീടുകളിൽ സംഭവിക്കാൻ സാധ്യതയുള്ളതായ ഒരു ചെറിയ സംഭവം. അത് നിങ്ങൾ വളരെ മനോഹരമായിട്ട്, അത് ഗംഭീരമായിട്ട് നിങ്ങൾ 3 പേരും ചെയ്തു. അതിൽ ഞാൻ പറയുമ്പോൾ ഞാൻ സുമിയെ തന്നെ പറയുള്ളൂ. കാര്യം ഉള്ള വീട്ടിൽ നിന്ന് ചാടി വന്നിട്ട് ആ ദാരിദ്ര്യം അതേപടി തന്നെ ഭർത്താവിൻ്റെ പാൽക്കഞ്ഞി കുടിച്ചോണ്ടിരുന്ന ആളാണ്. ഇപ്പോൾ പഴങ്കഞ്ഞിയിലേക്ക് എത്തി. ആ തുടക്കം തന്നെ ഗംഭീരമായിരുന്നു കേട്ടോ. ആ ഇരിപ്പും ആ പഴങ്കഞ്ഞി കുടിക്കുന്നു, എന്തായാലും വളരെ മനോഹരമായിട്ട് ഉള്ള കൗണ്ടറെല്ലാം നല്ല വൃത്തിയുള്ള കൗണ്ടർ, നല്ല കഥ, ഒരു സിനിമ കാണുന്ന ഫീലിങ്ങിൽ നമ്മൾ ഇരുന്ന് കണ്ടു. ആ സാധനം നല്ലവണ്ണം ചിരിച്ചു, നല്ല ആസ്വദിക്കാനുള്ള സ്കിറ്റായിരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അജേഷ്, മനോജ്, സുമി, നല്ല സ്കിറ്റായിരുന്നു. ഈ ഓർഗാനിക് വെജിറ്റബിൾസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു നാടൻ സ്കിറ്റ്, ഒരുപാട് ഗിമ്മിക്സുകളോ എന്താണ് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസോ ഒന്നും ഇല്ലാതെ വളരെ നാച്ചുറലായിട്ട് നിങ്ങൾ 3 പേരിൽ നിന്ന് പെർഫോം ചെയ്യുന്നുള്ളതാണ്. അത് സുമീര തുടങ്ങി, ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, സുമീര ഒരു സ്കിറ്റ് തുടങ്ങി, സുമീര ഒരു പെർഫോമൻസിൽ നമുക്കറിയാം ഇതിനകത്ത് എന്താണ് പരിപാടി വരാൻ പോകുന്നത്. സുമി ഞെട്ടിച്ചു. സുമിയുടെ കാര്യം ഓരോ തവണയും നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. അതേപോലെയാണ് സുമി ഇവിടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു അസാധ്യ കലാകാരിയാണ് സുമി. അപ്പം ഉഗ്രനായിരുന്നു. അതുപോലെ തന്നെ പിന്നെ മനോജ് വന്നിട്ട് മനോജിൻ്റെതായ ഒരു ശൈലിയുണ്ട്. അത് ആരുടെയും നിന്നും കടമെടുത്തിട്ടുള്ളതല്ല, ആരുടെയും നിന്നും കോപ്പി ചെയ്തിട്ടുള്ളതല്ല. മനം മാറുന്ന കൊണ്ട് അമ്മയുടെ ഫോൺ വരും. ആ ഫോൺ വരും. അതൊക്കെ എന്തൊരു ടൈമിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് അജേഷിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ, അത് ആ ക്യാരക്ടറിന് വേണ്ട ബോഡി ലാംഗ്വേജ് ഒന്നുകൊണ്ടാണ് കളിക്കുന്നത്. എന്താണ് ഒരു എക്സ്ട്രാ ഓർഡിനറി ആർട്ടിസ്റ്റുകൾക്കാണ് അങ്ങനെ ഒരു മൈൻഡ് വരികയുള്ളൂ, അങ്ങനെ ഒന്ന് പെർഫോം ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അജേഷ് ഉഗ്രനായിരുന്നു. നല്ല തമാശകളുണ്ടായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. നമ്മൾ നിങ്ങളുടെ ഒപ്പം അവിടെ ഉണ്ടായിരുന്നു, ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. ഇനി ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. എന്തായാലും നമുക്ക് മാർക്സിലോട്ട് പോയാലോ? അപ്പോൾ ആദ്യം നസീർ ഖാനെ തരട്ടെ. ഞാൻ ആദ്യം സന്തോഷത്തോടെ ഒരു 15,000 രൂപ അങ്ങ് തരും. 15,000 റുപ്പീസാണ് നിങ്ങൾക്ക് നസീർ ഖാൻ്റെ ഉള്ളത്. ഇനി പ്രചോദനം ഞാൻ ഒരു 17,000 രൂപ. 17? സീരിയസ് ആയിട്ട് 17,000 രൂപ പ്രചോദനം തന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണെന്ന് അറിയാലോ ടോട്ടൽ? അപ്പോൾ ബാലൻസ് ഞാൻ തരാം. അവിടെ നോക്കിക്കോളൂ, എൻ്റെ മാർക്സ് അവിടെ വരും ടോട്ടൽ. 50,000 റുപ്പീസ്. നല്ല മാർക്സ് ആണ്, അടിപൊളി പോയിന്റ്സ് ആണ് നിങ്ങൾ നേടിയിട്ടുള്ളത്. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനിയും ഇതേപോലുള്ള ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് നിങ്ങൾ വരണം. നല്ലൊരു കൈ കൊടുത്ത് വിടാം അവരെ. ഓക്കെ, അജേഷ്, മനോജ് ആൻഡ് സുമി, കൺഗ്രാറ്റുലേഷൻസ്. നീ അടുത്ത വരാൻ പോകുന്ന നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. അതെ. അറിയാലോ? അതെ. നമ്മുടെ ഇവിടുത്തെ വലിയ ചേട്ടന്മാരെ മുട്ടുകുത്തിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസസ് നടത്തി 75,000 50,000 എല്ലാം മേടിച്ചോണ്ട് പോകുന്ന നമ്മുടെ കുട്ടി സൂപ്പർ സ്റ്റാർസ്. നമുക്ക് വിളിച്ചാലോ? വിളിക്കാം. നിത കാർത്തിക, ദേവി ലക്ഷ്മി ആൻഡ് സൈന്ദ. ഹലോ, അതെ എന്റെ ആദ്യത്തെ സിനിമയുടെ പൂജയാണെന്ന്. ഞാൻ വിളിക്കാൻ ഞാൻ മറന്നിട്ടില്ല. ശരി, ഇവിടെ പൂജയുടെ തിരക്കൊക്കെയാണ്, പിന്നെ വിളിക്കാൻ കേട്ടോ. നസീർക്ക, പണ്ട് ഞാൻ പുള്ളിയെടുത്തൊരു കഥ പറയാൻ ചെന്നു. എന്റെ ആദ്യത്തെ സിനിമ അറിയാത്ത പുള്ള ചൊറിയുമ്പോ അറിയും. കഥയുടെ പകുതിയപ്പോ എന്നോട് പറഞ്ഞു, എടുത്തോണ്ട് പോടാ, എന്റെ നാക്കൊക്കെ ചൊറി വരുന്നത്. ചാൻസ് പുറകെ നടക്കുക. അല്ല, എന്റെ ഈ സിനിമയുടെ പേരെന്തോന്നറിയാട്ടെ? ചക്കച്ചവണിയും ആട്ടുംകുട്ടി. അതായത് എന്റെ നായകൻ എന്റെ മൃഗസ്നേഹിയാവുന്ന കഥയാണ്. പ്രൊഡ്യൂസർ നായകനും വരുമ്പോ നമുക്ക് പൂജപ്പങ്ങ് തുടങ്ങാം കേടാ. എന്റെ പൊന്നു സാറേ, മേളക്കാരോട് മേളം നിർത്താ പറ. ഇനി നമുക്ക് നായകൻ വന്നിട്ട് നമുക്ക് മേളം ഇട്ടാന്ന് പറയുന്നു പറ. അത് അവിടെ പറഞ്ഞാൽ നിൽക്കില്ല, ഇവിടെ പറയണം. എന്തായാലും ഒരു ചടങ്ങ് നടക്കുമല്ലേ, അതുകൊണ്ട് എന്റെ എൻട്രി പഞ്ചിന് വേണ്ടി ഞാൻ ഫോണിലിട്ടതാ. ഇതിലൂടെ ഞാൻ ഒരു 50,000 രൂപ ലാഭിച്ചിട്ടുണ്ട്. ഒരു ബുദ്ധി. പിന്നെ എഗ്രിമെന്റ് പ്രകാരം 1 കോടി ഷൂട്ടിങ്ങിനും ബാക്കി 50 വിളിച്ചു പറയലിനുമാണ്. വിളിച്ചു പറയാനത് ഇലക്ഷൻ ഒന്നും അല്ല, സിനിമ ഷൂട്ടിംഗ്. അതൊന്നും അല്ല, എല്ലാത്തിനും കൂടെ വിളിച്ചു പറക്കി ചെലവും കൊടുത്ത് ഓരോ സ്കൂളിലായിട്ട് ടൂറിന് കൊണ്ടുപോകത്തില്ലേ. സാറ് പ്രൊമോഷൻ ആണ് ഉദ്ദേശിച്ചത്? അത് തന്നെ. സോറി സാർ, എന്റെ ഈ സിനിമ ഏറ്റെടുക്കാനുള്ള കാരണം എന്താണ്? തന്റെ ശല്യം കാരണം എത്രയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ ഗേറ്റും പൂട്ടി വീട്ടിന്റെ അകത്തിരിക്കുന്നത് രാവിലെ ഏഴ്ച കാണിയാണെന്നത് തന്നെയാ. പൈസ പോയാലും വേണ്ടില്ല, ഒന്ന് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയല്ലോ. എന്റെ മനസ്സിൽ ഈ സിനിമ അങ്ങ് കാശ്മീരി വെച്ചെടുക്കണമെന്നാണ്. അതൊന്നും വേണ്ട, ഈ സിനിമ എവിടെ വെച്ചെടുക്കണമെന്ന് എന്റെ മനസ്സിലുണ്ട്. എന്നാ സാറ് പറ. അതായത് എന്റെ വീട്ടിന്റെ ബാക്കിലാകുമ്പോ നല്ല വയലും
നല്ല തോടും പിന്നെ ഒരുപാട് കൊക്കുകളും ഉണ്ട്. നമുക്ക് അവിടെ വെച്ചെടുത്താ പോരെ? ഞാൻ സേവ് ദ ഡേറ്റ് അല്ല എടുക്കുന്ന സിനിമ ഷൂട്ടിംഗ്. എന്നാ പിന്നെ അത് പോട്ടെ. നായിക ഇതുവരെ വന്നില്ലേ? സാറേ നായിക കഴിഞ്ഞ ലൊക്കേഷൻ വെച്ച് ഷോക്ക് അടിച്ചു. ഷൂട്ടിങ്ങിനിടയിലായിരിക്കും അല്ലേ? അല്ല കാരവാനാന്നും പറഞ്ഞ് ജനറേറ്റർ വണ്ടി കയറി അങ്ങ് ഇരുന്ന്. അറിയാത്തവരെയാണോ സിനിമ എടുക്കാൻ വിളിച്ചേക്കുന്നേ? അല്ല നമുക്ക് എന്റെ ഈ സിനിമ ഇറക്കാൻ നമുക്ക് OTT ആദ്യം തന്നെ ഇടണം കേട്ടോ. ഇത് ഇറങ്ങിയില്ലെങ്കിൽ OP ടിക്കറ്റ് എടുത്ത് ഞാൻ ഏതെങ്കിലും ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരും. അത്രയ്ക്ക് പൈസ ഞാൻ ഇതിനു വേണ്ടി ഇറക്കണേ. അല്ല സാറിന്റെ കഴിഞ്ഞ സിനിമയിൽ തുടക്കത്തെ അനൗൺസ്മെന്റ് കേട്ടില്ലല്ലോ, മദ്യപാനം ശരീരത്തിന് ഹാനികരമെന്ന്. അത് പറയേണ്ടവനാണ് ആദ്യം അടിച്ച് ഫിറ്റായി അവിടെ കിടന്നത്. പിന്നെ എങ്ങനെ പറയാനാ? നായകൻ വന്നില്ലയോ? നായകൻ രാവിലെ വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവനെ കണ്ടില്ലല്ലോ. ആ ഫുഡ് കൊടുക്കുന്നിടത്ത് റെജി സാന്ദ്രായിട്ട് പ്ലേറ്റിന് വേണ്ടി കിടന്ന് അടി കൂടുന്നു. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. നമസ്കാരം ഉണ്ട് സാറേ. ഇത്രയും ദിവസം എവിടെയായിരുന്നു? കണ്ടില്ലല്ലോ. ഡയറക്ടർ സാറ് പറഞ്ഞു വർക്ക്ഷോപ്പിൽ പോയി പഠിക്കണോന്ന്. അപ്പോൾ ഞാൻ അവിടെ പോയിരുന്നതാ. കണ്ടോടോ, താനല്ലേ പറഞ്ഞ ഡെഡിക്കേഷൻ ഇല്ലാത്ത ആളാണെന്ന്. എന്നിട്ട് എന്തൊക്കെ പഠിച്ചു? ബൈക്കിന്റെ ചെയിൻ മാറ്റാൻ പഠിച്ചു, പിന്നെ ഓയിൽ മാറ്റാൻ പഠിച്ചു. എഞ്ചിൻ പണി അത് 2 ആഴ്ചയാവൂന്ന് ഇവര് പറഞ്ഞു. ആക്ടിംഗ് വർക്ക്ഷോപ്പിൽ പോയി പഠിക്കാൻ പറഞ്ഞപ്പോ ഏതാണ്ട് ബൈക്ക് വർക്ക്ഷോപ്പിൽ പോയി പണിയും പഠിച്ചോണ്ട് വന്നേക്കുന്നു. സാർ അങ്ങനെ സിനിമ എന്ന് പറഞ്ഞുകൂടാത്തവനായിട്ട് കണക്കാക്കല്ലേ കേട്ടോ. എന്റെ അച്ഛ അഭിനയിച്ച സിനിമ ഇറങ്ങിയിരുന്നെങ്കിലേ ഒരു സൂപ്പർ സ്റ്റാറിന്റെ മോനായിട്ട് ഞാൻ അറിയപ്പെട്ടേനെ. അയ്യോ സോറി സാർ, താങ്കൾ അച്ഛൻ അഭിനയിച്ച സിനിമ ഏതാണ്? വെളിച്ചം കാണാത്തവർ. സിനിമ ഇറങ്ങാൻ അതുകൊണ്ട് അവനൊക്കെ ഇപ്പോഴും വെളിച്ചം കണ്ടോണ്ടിരിക്കുന്നു. താൻ ഇതിനു മുമ്പ് വേറെ ഏതെങ്കിലും പടം എടുത്തിട്ടുണ്ടോ? സാറേ ഞാനൊരു ഷോർട്ട് ഫിലിം എടുത്തിട്ടുണ്ട്. ഏതാ? പൊറോട്ടയും മുട്ടയും. എവിടെ 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 എന്തോന്ന്? പൊറോട്ടയും മുട്ടയും. അയ്യോ നിനക്ക് തിന്നാൻ തരാനല്ല, എന്റെ ഷോർട്ട് ഫിലിമിന്റെ പേരാ പറഞ്ഞ പൊറോട്ടയും മുട്ടയും. ഇവൻ അഭിനയിക്കുന്നു എനിക്കൊന്ന് അറിയണം. ഇവനെ ഞാൻ ടെസ്റ്റ് ചെയ്യണോ? എന്നാ താൻ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞത്? നാട്യശാസ്ത്രത്തിൽ ഭരതമുനി പറഞ്ഞത് അതെന്നെ ഞാൻ ചോദിച്ചത്. എല്ലാരും റിപ്പീറ്റേഷൻ അടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഒരു മുനിയാണല്ലോ, അതുകൊണ്ട് വേണ്ടാതീനൊന്നും ആയിരിക്കില്ല പറയുന്നത്. നല്ല കാര്യം തന്നെ ആയിരിക്കും. സാറേ ഈ ലോകത്തുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും ഈ കാര്യം അറിയാം. പിന്നെ സാർ എന്തിനാണ് വെറുതെ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? ഉത്തരം അറിയത്തില്ലെങ്കിൽ എന്തിനാ ഉരുള മിടുക്കനാ. അല്ല താൻ ഈ സ്ക്രിപ്റ്റ് ഒക്കെ പൊളിച്ചിട്ട് നായകൻ നല്ലൊരു എൻട്രി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എവിടെ? സാറേ ഞാൻ നല്ല കിടുക്കാച്ചി എൻട്രി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു നല്ല വിശാലമായ വയല്. അവിടെ നമ്മുടെ ആട് പച്ച പുല്ല് കഴിച്ചോണ്ടിരിക്കുന്നു. പെട്ടെന്ന് ആ നിമിഷം തന്നെ ഒരു നീർക്കോലി നമ്മുടെ ആടിന്റെ കാലിൽ ചുറ്റി. അന്നേരം ആകാശം ഇരുണ്ടുകൂടി. 3 വശത്തുനിന്ന് ഹെലികോപ്റ്റർ വട്ടം പറക്കുന്നു. ആടിന് ചുറ്റും 16 സ്കോർപിയോ വരങ്ങി കറങ്ങി. നേരത്തേക്ക് ബുൾഡോസറിൽ നമ്മുടെ നായകന്റെ എൻട്രി. ഒരു നിസാര പൂവാലനെ കൊല്ല പൂവാലൻ എന്ന അതിന്റെ പേരെന്താ? അതിനെ കൊല്ലാനാണോ സാറ് വെറുതെ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ? ഒരേ തടി എന്റെ കണ്ണനെ എപ്പോഴേ ഞാൻ അടിച്ചങ്ങ് കൊന്നേനെ. എന്റെ പൊന്നോ, നിനക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് എഴുതി കൂടായിരുന്ന. എന്തെങ്കിലും ആവട്ടെ. അല്ല നീ ഇതിന് ആ പൂജ കഴിഞ്ഞിട്ട് ആദ്യം ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്ന സീൻ എവിടെ? സാറേ ഞാൻ പൂജ കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ 24 അടിയുള്ള കെട്ടിടമില്ലേ, അതിന്റെ മുകളിൽ നിന്ന് നമുക്ക് ജിബ് വെച്ചിട്ട് നായകൻ വില്ലനെ ചവിട്ടിയിടുന്നതാണ്. അതായത് നമ്മുടെ ആക്ഷൻ മാസ്റ്ററിനെ ചവിട്ടിയിടുന്നതാണ്. എന്നാ പിന്നെ അതെടുക്കാം. ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ? ക്രെയിൻ വന്നില്ലേ? ക്രെയിൻ വന്നു. പിന്നെ സ്റ്റണ്ട് മാസ്റ്റർ വന്നില്ലേ? സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വന്നു. പിന്നെ എന്താണോ? അതായത് 24 അടിയുള്ള കെട്ടിടം കണ്ടപ്പോഴത്തേക്ക് സ്റ്റണ്ട് മാസ്റ്ററിന് തലയൊക്കെ കറങ്ങി പ്രഷർ പറഞ്ഞില്ല മൂലക്കിരിക്കുന്ന. സാറേ എന്റെ കഞ്ഞിവെള്ളം ചോദിച്ചോ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നെ അഭിനയിപ്പിച്ചാല് 2 ഗുണമുണ്ട്. എന്തൊക്കെയാ അത്? ഞാൻ പാട്ടും പാടും. താനല്ലേ പറഞ്ഞ കൊള്ളില്ലാത്തവനാണെന്ന്. പാട്ട് പാടുമെന്ന്. എന്നാ പിന്നെ നമുക്ക് വേണ്ടി ഒരു പാട്ട്. ചാന്തു കുഴച്ചൊരു സൂര്യൻ മാനത്ത്. എന്താണ് ആകാശത്ത് വല്ല കോൺക്രീറ്റ് പണി വല്ലതും നടക്കണോ? ഇത്ര ചാന്തിട്ട് കുഴക്കാൻ. എന്നാ നിങ്ങൾ ഇതൊക്കെ നിർത്ത്, നമുക്ക് പൂജയിലോട്ട് കടക്കാം. പൂജ എന്ന സാറ് തന്നെ ആദ്യത്തെ തിരിയും കത്തിക്ക് സാറേ. ഞാൻ കത്തിക്കില്ല. എന്താ? ഞാൻ കത്തിച്ചതെല്ലാം 8 നില പൊട്ടിയിട്ടേ ഉള്ളൂ. ഒന്ന് അങ്ങോട്ട് മാറ്, ഞാൻ കത്തിക്കാം സാറേ. അയ്യോ യവൻ കത്തിക്കണ എന്തിനാന്നൊക്കെ എനിക്കറിയാം. ഇല്ല ഗണപതിക്ക് വെച്ചേക്കുന്ന പഴമെടുത്ത് തിന്നാനല്ല ഓടി വന്നത്, അല്ലാതെ കത്തിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. പ്രചോദേട്ടൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ പ്രചോദേട്ടനെ വിളിച്ചൊരു തിരി കത്തിച്ചാൽ നമുക്ക് നല്ല ഐശ്വര്യമായിരിക്കും. സാറിന് വലിയ കുഴപ്പമില്ല ഉണ്ടോ? ഏയ് എനിക്കൊരു കുഴപ്പമില്ല. ഒരു തിരിയല്ലേ കത്തിച്ചോട്ടെ. അതിന്റെ സാറ് വിളി. ഞാൻ വിളിക്കുന്നില്ല, താൻ വിളിച്ചോ. ഞാൻ വിളിച്ചാൽ ചിലപ്പോ പൈസ കൊടുക്കേണ്ടി വരും. പ്രചോദേട്ടാ ഒന്ന് വരാമോ? എന്റെ ഈ സിനിമയുടെ തിരി ഒന്ന് കത്തിക്കാൻ. നല്ല ഐശ്വര്യമായിരിക്കും. AC ഇട്ടാ കുഴപ്പമില്ല, കത്തത്തി.
അമ്മേ ഇവിടെയോ പ്രചോദനം കെട്ടിക്കുന്നു തിന്നങ്ങാണം നടക്കൂ. പ്രജോദേട്ടാ പെട്ടെന്നാവണേ, സീന് ഷൂട്ട് ചെയ്യാനുള്ളതാണേ. ആക്ക് പൂജ അടുത്ത ദിവസത്തോടെ മാറ്റി വെച്ചല്ലോ. കത്തത്തൊന്നും ഇല്ല. ആ മതി മതി മതി. കത്തിക്ക് 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 സാർ. അയ്യോ കൈവിട്ട അതിന് ഒരു തിരിയും കൂടെ ഉണ്ട് കേട്ടോ. ആ അത് ഞാൻ കത്തിക്കാം. ആ ഒരാള് കത്തിക്കണം കേട്ടോ. നമ്മൾ മാറി അങ്ങോട്ട് എന്തോ കാണിക്കുവോ? കത്തിയോ? താങ്ക് യു പ്രചോദട്ടാ, താങ്ക് യു. ഓക്കെ എന്തായാലും തിരി കൊളുത്തി. ഇനി എന്റെ സിനിമ അങ്ങോട്ട് അങ്ങ് പോകും. എന്താ സാറേ കരയുന്നേ? ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. 2 തിരി ഉണ്ടായിരുന്നു, ഒരു തിരി പ്രചോദ കത്തിച്ച്, ഒരു തിരിയെങ്കിലും എന്നെ കൊണ്ട് കത്തിക്കായിരുന്നു. ചീപ്പ് മീശം വെച്ചോണ്ടിരുന്ന കരയുന്നത് എന്താ ചെയ്യാനാന്ന്? ചീപ്പെന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? മാറിയില്ലടാ. ഞാൻ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യില്ല. 2 തിരി കത്തിച്ച് ആളെ വിളിച്ചങ്ങ് പ്രൊഡ്യൂസ് ചെയ്തോ. ചെറിയൊരു വിഷയമുണ്ട്. എന്താണ്? സാറ് പ്രൊഡ്യൂസ് ചെയ്യില്ലെന്ന് പറഞ്ഞു. 2 തിരി പ്രചോദേട്ടൻ തന്നെ കത്തിച്ചേ. അപ്പൊ പ്രചോദേട്ടൻ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം. അത് നടക്കുകയല്ല. ഞാൻ തിരി കത്തിക്കാൻ വന്നു, തിരി കത്തിച്ചു, അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ ഈ സിനിമ പൊളിഞ്ഞു. അപ്പൊ ക്ലൈമാക്സ് പൊളിഞ്ഞ സിനിമയ്ക്ക് എന്തിനാണ് ഇനി ക്ലൈമാക്സ്? ഇതാ ദേവി ലക്ഷ്മി ആൻഡ് സൈന്ധവ്, നല്ലൊരു കൈഡി കൊടുക്കാം. സിനിമയുടെ പൂജ ഗംഭീര പൂജയായിരുന്നു. അപ്പൊ എന്തായാലും ആ തിരി കൊളുത്തിയ പ്രചോദ ചേട്ടനോട് തന്നെ ചോദിച്ചാലോ? അപ്പൊ ഫസ്റ്റ് കമന്റ് പ്രചോദ് പറയും. അടിപൊളി, സൂപ്പർ ആയിരുന്നു, സൂപ്പർ രസമായിരുന്നു. നിങ്ങളുടെ തുടക്കം തൊട്ടുള്ള പരിപാടികൾ, ഡയറക്ടർ വന്ന് ഡയറക്ടറിന്റെ കുറെ കാര്യങ്ങൾ പറയുന്നു, അതിനുശേഷം നായകന്റെ എൻട്രി, പ്രൊഡ്യൂസർ നിന്ന് ഓരോ പരിപാടികൾ പറയുന്നു. നിങ്ങളുടെ കോമ്പിനേഷൻ കൗണ്ടറുകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ സൈന്ധവ് ഗംഭീരമായിരുന്നു കേട്ടോ. സൈന്ധവന്റെ ഒരു കൗണ്ടർ പോലും സൈന്ധവ് മിസ്സാക്കിയില്ല. നമ്മളെ അമ്പരിപ്പിച്ച് പോലും സംഭവിച്ചാൽ നിസാരമായ പൂജയ്ക്ക് വന്ന്, അതായത് ആ തിരി കൊളുത്തിയപ്പോൾ കെട്ടുപോയപ്പോൾ എ സി തിരി കൊളുത്തിയ കെട്ടുപോയില്ല. അതൊക്കെ ഇന്നുമെല്ലാം നടക്കുവോ അല്ലേ? ഇന്നുമെല്ലാം നടക്കുവോ? പിന്നെ നിങ്ങൾ തമ്മിലുള്ള മറ്റേ ഒരു പൊളവൻ എന്തോ ഒരു കൗണ്ടർ ഇല്ലായിരുന്നു ആ സാധനം. അതാണ് ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞപ്പോ മാറിപ്പോയി. 3 പേരുടെ നല്ല രസമായിരുന്നു കേട്ടോ. 3 പേരും നിങ്ങളിങ്ങനെ നിറഞ്ഞാടുമായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇന്ന് ഈ ഫ്ലോറിൽ നിങ്ങളുടെ സ്കിറ്റിനാണ് ഏറ്റവും കൂടുതൽ ഇവർ കൈയടിച്ചിരിക്കുന്നത്, നമ്മുടെ ഓഡിയൻസ് അല്ലേ? അവർ നിറഞ്ഞ കൈയടിക്കുകയായിരുന്നു. എന്തായാലും വളരെ ഗംഭീരം. 3 പേർക്കും ഓൾ ദി ബെസ്റ്റ്. അടിപൊളി. നല്ല സ്കിറ്റായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. സൈന്ധവ് പിന്നെ എപ്പോൾ ഇവിടെ വന്നാലും പൂന്തി വിളയാടിയിട്ടേ പോകത്തുള്ളൂ. പക്ഷെ സൈന്ധവിന്റെ കൂടെ നമ്മുടെ നടുക്ക് നിൽക്കുന്ന നായകൻ വന്നപ്പോൾ നായകനൊന്നും പൂന്തി വിളയാടാൻ പറ്റിയില്ല. ഇതില് കാര്യം മൊത്തം ഡയറക്ടർ കയ്യിൽ തന്നെ കിടക്കുകയായിരുന്നു സംഭവം. പക്ഷെ നായകനും കൂടി ഒന്ന് വിളയാടിയിരുന്നെങ്കിൽ നമുക്കിത് വേറെ ലെവലിൽ കൊണ്ടുപോകായിരുന്നു. അതിനെന്താ വിളയാടാഞ്ഞത്? വിളയാടണമെങ്കിൽ അവിടുന്ന് വിള പറയണം. വിള എവിടെ കൊടുത്തില്ലേ? അതെ കൊടുത്തില്ല. ആ അത് ചോദിച്ചു വാങ്ങിക്കണം കേട്ടോ. അതൊക്കെ ചോദിച്ചു വാങ്ങിക്കണം. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ചോദിച്ചു വാങ്ങിക്കണം. എന്തായാലും വളരെ മനോഹരമായിരുന്നു കേട്ടോ. നിങ്ങൾ ഈ 3 കുട്ടികൾ എപ്പോൾ ഇവിടെ വേദിയിൽ കയറിയാലും നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് ഇവിടുന്ന് പോകുള്ളൂ. കാര്യം ഞങ്ങൾക്ക് ബോറടിക്കുകയില്ല. നിങ്ങളൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഈ പിള്ള മനസ്സിൽ കള്ളയില്ലെന്ന് പോലെ പറയുന്നത് ശുദ്ധമായ കോമഡി ആയിരിക്കും, ശുദ്ധമായ കൗണ്ടറുകളായിരിക്കും. എല്ലാം കൊണ്ട് പൊതുവെ ഗംഭീരമായിരുന്നു. 3 പേരും നല്ല സബ്ജക്റ്റുമായിരുന്നു. കുറേ ചെയ്തുള്ള എക്സ്പീരിയൻസ് സൈന്ധവിന് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എന്താണ് വേണ്ടത്, എങ്ങനെ മാനേജ് ചെയ്യണം സ്റ്റേജ് എന്നൊക്കെ ഉള്ളത് സൈന്ധവിന് ഇപ്പം നല്ലപോലെ അറിയാം. അത് സൈന്ധവിൻ്റെ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് അത് ഗുണം ചെയ്യും. കാര്യം അവരേതെങ്കിലും കാര്യത്തിൽ ഒരെണ്ണം വിട്ടുപോയാൽ സൈന്ധവ് അവിടെ കയറി പിടിച്ച് അത് ഫില്ല് ചെയ്ത് അങ്ങ് പോകും. അങ്ങനെ വേണം കുട്ടികളായാലും. ഓക്കെ, ഗംഭീരമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. നല്ല സ്കിറ്റായിരുന്നു. ഈ പറയുന്നത് പോലെ നിങ്ങൾ വരുമ്പോൾ അങ്ങനെ ഭയങ്കര പൊട്ടിച്ചിരികളോ അല്ലേ, അങ്ങനെ ഒരു ഭയങ്കര ഇതൊന്നുമല്ല. നമ്മൾ നിങ്ങളുടെ ഒരു പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളിങ്ങനെ വളർന്നു വരുന്ന നിങ്ങളുടെ ഓരോ സ്കിറ്റ് കഴിയുമ്പോഴും നിങ്ങൾക്ക് വരുന്ന ചേഞ്ചസ്, ഇതൊക്കെ ഇങ്ങനെ അടുത്ത് നിന്നിരുന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ സ്കിറ്റും മോശമല്ലായിരുന്നു. നല്ല നല്ല തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോന്നും നിങ്ങൾ പറയുമ്പം അതിന് വേറൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അത് നമുക്ക് ഒരുപാട് ചിരി നമുക്ക് തരുന്നുണ്ട്. എന്തായാലും കൊള്ളാൻ. നെക്സ്റ്റ് ടൈം വരുമ്പം കൂടുതൽ ഗംഭീര പൊട്ടിച്ചിരികളായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് കേട്ടോ. അപ്പം മാർക്സിലോട്ട് പോയാലോ? ആദ്യം ഞാനൊരു 10,000 രൂപ. 10,000 രൂപയാണ് പ്രചോദനങ്ങൾ തന്നിരിക്കുന്നത്. ഇനി ഞാനും ഒരു 10,000 രൂപ തന്നിരിക്കുക. ഓക്കെ, അപ്പം ഇനി ബാക്കി മാർക്സ് നസീർ. ബാക്കി പൈസ ഞാൻ തരാം. ഇപ്പം എന്തായാലും ഈ പടം പൊളിഞ്ഞു പോയി. ഇനിയിപ്പം ഈ കിട്ടുന്ന കാശ് കൊണ്ട് ചെറിയ ഷോർട്ട് ഫിലിം ആദ്യം ഒന്ന് എടുത്ത് ഒന്ന് ഡെവലപ്പ് ആകും. അതിനുള്ള കാശ് ഞാൻ ഇട്ട് തരാം. താണ്ട് കിടക്കുന്നു. 35,000
നല്ലൊരു എമൗണ്ട് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പൂജയ്ക്ക് നല്ല തുടക്കമായി, നല്ല പൂജ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ പറഞ്ഞതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് റിഹേഴ്സൽ ചെയ്ത് ഗംഭീര സ്കിറ്റുകളും ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, അപ്പം നല്ലൊരു ഗൈഡ് കൊടുക്കാം നമ്മുടെ നിതയ്ക്കും നമ്മുടെ ദേവിമോക്കും നമ്മുടെ സൈന്ധവനും. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. അങ്ങോട്ട് നമ്മൾ പോകണം എന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് വേണ്ടേ? അത് വേണം. വരണം എന്നുണ്ടെങ്കിൽ ഒരു മ്യൂസിക് വേണം. മ്യൂസിക് വേണം. അതിന്റെ കഥ പറയാൻ പോകണം. അപ്പൊ ആ മ്യൂസിക് ഒന്ന് ഇടുവോ പ്ലീസ്? നമ്മുടെ കോമഡി കോമഡിക്കാരൊക്കെ കൂടി നാട്ടിലെങ്ങും ഈ കോമഡി പാട്ടായി പോയാകെ കൂടി. കളിച്ചിരിയുടെ പുതുമയോടെ തകിട താളമോടെ അകലിലുണര് കുറവയോടെ ചിരിപടരണ മേളമോടെ ഓളം മുറുക്കണ് മനസ്സിൽ പെരുക്കാം. കോമഡി ഇത് ഐറ്റം വേറെ. 125 എപ്പിസോഡുകളോളം എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, സൂപ്പർ ഹിറ്റ് പ്രോഗ്രാമാണ് ഇത് ഐറ്റം വേറെ. ഇന്ന് ഈ മ്യൂസിക്കിന്റെ ഏത് ഭാഗം എവിടെ കേട്ടാലും എല്ലാ മലയാളികളും അപ്പൊ പറയും ഇത് ഐറ്റം വേറെ. ഈ സൂപ്പർ ഹിറ്റ് ടൈറ്റിൽ സോങ് നമുക്ക് വേണ്ടി ചെയ്തു തന്ന ആ മിടുക്കിയായ കലാകാരിയെയാണ് ഇനി നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരുപാട് മലയാളികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാണ് ഈ സോങ് ചെയ്തതെന്നുള്ളത്. നല്ലൊരു കൈ കൊടുത്ത് നമുക്ക് ആ മ്യൂസിക് ഡയറക്ടറെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. വിളിച്ചോ പറഞ്ഞത് അശ്വതി. അശ്വതി അശ്വതി, സത്യം പറഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. സത്യം. എത്ര തവണ നമ്മുടെ ഡയറക്ടർ അർജുനോട് ചോദിച്ചിട്ടുണ്ടെന്ന് ഇത് ആരെ മ്യൂസിക്, ഇത് ആരെ, ഞങ്ങൾക്കൊന്ന് കാണണം എന്ന്. ഒരുപാട് സന്തോഷം അശ്വതി. എനിക്ക് ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിച്ചതിൽ അർജുൻ ചേട്ടനോട് പ്രത്യേകം താങ്ക്സ് പറയുന്നു. സ്വന്തം മ്യൂസിക് ഇട്ടപ്പോ കയറി വന്നത്. അല്ല, അതൊരു രാശിയാണ്. കാരണം നമ്മളൊരു മ്യൂസിക് ചെയ്തൊരു ഷോ 100 എപ്പിസോഡ് കഴിഞ്ഞ് 125 എപ്പിസോഡ് വരെ സ്റ്റാറായിട്ട് നിന്ന് പോവുകയാണ്. അത് എനിക്ക് തോന്നുന്നു ആ മ്യൂസിക്കിന്റെ ഒരു ഐശ്വര്യമുണ്ട്. തീർച്ചയായും. അശ്വതി എവിടെയാണ് സ്ഥലം? അശ്വതി മറ്റെന്താണ് ചെയ്യുന്നത്? എന്താണ് മ്യൂസിക്കിന്റെ ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമോ? എൻ്റെ നാട് ചെറുകുന്ന്, കണ്ണൂർ ജില്ലയിലെ ചെറുകുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. കല്യാണം കഴിച്ചിരിക്കുന്നത് പയ്യന്നൂർ ഒളവറ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഹസ്ബൻഡിന്റെ പേര് നിതിൻ. ഞാനിപ്പോ ഫീൽഡിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ PG മ്യൂസിക് കഴിഞ്ഞാണ്. പക്ഷെ എനിക്ക് കമ്പോസിങ്ങിനോട് ചെറുപ്പം ഒരു 8ാം ക്ലാസ് മുതലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മ്യൂസിക്കിനോട് ഇങ്ങനെ കമ്പോസ് ചെയ്യണം, എഴുതണം എന്നുള്ള ഒരു മൈൻഡ് കൊണ്ട് കൂടുതലും അതിലേക്കാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഞാൻ ഫ്ലവേഴ്സിൽ ഫസ്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രശാന്ത് ചേട്ടൻ ഡയറക്ഷൻ ചെയ്ത അമ്മയും കുഞ്ഞെന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ടൈറ്റിൽ സോങ് ആണ്. അത് കഴിഞ്ഞ് സൂസുവിന്റെ ചെയ്തു. അതിനു മുമ്പേ ടോപ്പ് സിംഗറിന്റെ ടൈറ്റിൽ സോങ് ചെയ്തു. സൂസുവിന്റെ ഒരു പ്രൊമോ സോങ് ചെയ്തു. അതിനുശേഷം ഒരു സംസ്ഥാന സമ്മേളനത്തിന്റെ ആന്തം സോങ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോ ഐറ്റം വേറെ. അടിപൊളി. അപ്പഴേ ഇപ്പൊ ഇതിന്റെ അകത്ത് കൊളുത്തി നിൽക്കുന്ന ഒരു വേർഡുണ്ട് എൻഡിൽ പറയുന്ന ഇത് ഐറ്റം വേറെ. അത് വേറെ ടോണിലാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതെ. അതാരാ പറഞ്ഞേക്കുന്നത്? അത് നമ്മുടെ വിഷ്ണുവർദ്ധൻ എന്ന് പറഞ്ഞൊരു സിംഗറാണ് പാടിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും അറിയാം മ്യൂസിക് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ ബാക്കിംഗ് പ്രോഗ്രാമിംഗ് ചെയ്തേക്കുന്നതും ഭയങ്കര ഡിഫറെന്റ്ലി ആണ്. അപ്പൊ അത് ചെയ്തേക്കുന്ന കൊല്ലത്തുള്ള അഭിഷായ് ഓവാസ് എന്ന് പറഞ്ഞൊരു. അശ്വതിയുടെ ഹസ്ബൻഡിന്റെ പേര് പറഞ്ഞു നിതിലിന് നമ്മുടെ ഈ പ്രോഗ്രാമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ബന്ധം? ഗ്രാഫിക്സ്. നമ്മുടെ ഈ ടൈറ്റിൽ സോങ്ങിന്റെ ഗ്രാഫിക്സ് ഫുള്ള് ചെയ്തിരിക്കുന്നത് അശ്വതിയുടെ ഹസ്ബൻഡ് നിതിലാണ്. നിതിലിന് നല്ലൊരു ഗൈഡ് കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ടോ? എന്നാ വിളിക്കേ പ്ലീസ്. നിതിൽ. നിങ്ങളുടെ ഇങ്ങനെ ഒരു ഫാമിലി പരിപാടി ഇതിന് ബാക്കിലുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് എന്നിപ്പോ കയറാൻ വേണ്ടി പറഞ്ഞത്, ഞാൻ പ്രതീക്ഷിച്ചില്ല. ഓക്കെ. ഇതിൽ ഇവിടെ നമ്മളിവിടെ ഫുൾ ടൈം ഉള്ള ഒരാളാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ളൊരു കണക്ഷൻസ് ഒന്നും നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. വൈഫിന് ഇങ്ങനെ വീട്ടിൽ പാട്ട് പാടി തരാറുണ്ടോ? അതോ ആളുടെ ഒരു ഹോബിയാണ് ഇത്. ഓക്കെ, അത് ചുമ്മാ ഇരിക്കുമ്പോൾ പാട്ട് എഴുതുക, കമ്പോസ് ചെയ്യുക, പാട്ട് എഴുതുക, കമ്പോസ്. ഇതിന് ലിറിക്സ് എഴുതിയിരിക്കുന്നത്? ലിറിക്സ് എഴുതിയതും ആള് തന്നെയാണ്. സ്വന്തമായിട്ട് ലിറിക്സ് എഴുതുക, കമ്പോസ് ചെയ്യുക, പാടുക. അതും കൂടി പാടുക. അപ്പൊ ഒന്നും പാടണമല്ലോ. അപ്പൊ ഒരു 4 വരി പാട്ട്. അപ്പൊ ഒരു 4 വരി പാട്ട് നമുക്ക് വേണ്ടിട്ട്.
ஊஞ்சல் ஆடினாள் கண்ணூஞ்சல் ஆடினாள் பொன்னூஞ்சல் ஆடினாள் பஜனமாலை மனமகிழ்ந்தாள் செந்தார்மிழி பூந்தேன் மொழி கண்ணீனு கண்ணாம் என் கண்மணி செந்தார்மிழி பூந்தேன் மொழி கண்ணீனு கண்ணாம் என் கண்மணி கண்ணூஞ்சலாடும் மங்கை மணி நீ மார்கழி திங்களின் മധുമലർ മടിത്തട്ടിലെ പൊന്മാനോ പാൽ കനവോ. അടിപൊളി ഗംഭീർ എന്റെ പൊന്നശ്വതി, ഒന്നും പറയാനില്ല, അടിപൊളി. താങ്ക് യു താങ്ക് യു. ഡയറക്ടറോട് റിക്വസ്റ്റ് ചെയ്യാണ് ഈ 100ാമത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ ഒരു സ്പെഷ്യൽ പെർഫോമൻസ് വേണം. അത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഡയറക്ടർ ഇനി ഒന്നും പറയാൻ പാടില്ല. 200ാമത്തെ എപ്പിസോഡിൽ അശ്വതിയുടെ ഗംഭീര ഒരു പെർഫോമൻസ്, ഹസ്ബൻഡിന്റെ ഒരു സ്കിറ്റും. ഷാജോണെ, എന്തായാലും 100ാമത്തെ എപ്പിസോഡിൽ നമുക്ക് ഇവരെ രണ്ടുപേരും വേദിയിൽ കിട്ടിയിരുന്നില്ല. പക്ഷെ നമ്മൾ ഇന്ന് അവരെ ഒരു മെമന്റോ കൊടുത്ത് നമ്മളിവിടെ ആദരിക്കുകയാണ്. അശ്വതി, എല്ലാവിധ ആശംസകളും. ഇനി ഒരുപാട് പ്രോഗ്രാംസിനും സിനിമയിലും ഒക്കെ അശ്വതിയുടെ സംഗീതം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. അസർക, ഒരു പുതിയ ടീമാണ് അടുത്ത് വരാൻ പോകുന്നത്. പുതിയ ടീമാണെങ്കിലും ആൾക്കാരൊക്കെ വൻ പുലികൾ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് നമുക്ക് ക്ഷണിക്കാം മിസ്റ്റർ വിനോദ്, വിഷ്ണു ആൻഡ് ശ്രീജു. വേറെ ആടിത്തിര തന്നിൽ വീണാലും വിടരുന്നുണ്ടെന്നാലും സന്ധ്യ നീ കല്യാണം കഴിഞ്ഞ് മണിയറയിലോട്ടായിരിക്കും. അല്ല, ഞാൻ കലവറിലേക്ക്. എന്താണ് അളിയാ, പണ്ടുള്ളവര് പറയുന്നത് എത്ര ശരിയാ, കല്യാണം കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റില്ല. എന്താ പ്രശ്നം? അങ്ങനെ കാണാൻ പറ്റുന്ന അളി പാറ്റക്കടിക്കുന്ന സ്പ്രേ എടുത്ത് കഷത്തടിക്കു വരുന്ന എന്നാ ഒറിജിനൽ സ്പ്രേ പോ. അത് മാറ്റി വെച്ചിട്ട് പിന്നെ കാര്യമുണ്ടോ? ഒന്ന് അടിച്ചോട്ടെ, ഒന്ന് സ്മെല്ല് ഉണ്ടാ നോക്കി. മണമുണ്ട്, പക്ഷെ അളിയനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലല്ലോ. എന്താണ് ഇത് അടിച്ചു തീർക്കുന്നത് എന്തിനാ? മണവും ഗുണമെന്ന് പറഞ്ഞാൽ ആ ഫ്ലോറിൽ അടിക്കുന്ന ചീഞ്ഞ കൗണ്ടറിനെ ആർക്ക് സ്മെല്ലടിക്കാൻ അടിച്ചതാ കേട്ടാ. എന്റെ അളിയ, എന്റെ കല്യാണം കഴിഞ്ഞ ഫസ്റ്റ് നൈറ്റ് ആണ്. നാളെ രാവിലെ 6 മണിക്ക് അവള് നേരെ ഇറ്റലിയിലേക്ക് പോകും. ഇറ്റലി അല്ല, ജർമ്മനി എന്നല്ലേ അളിയൻ പറഞ്ഞത്? ടെൻഷൻ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് എനിക്കിന്ന് അങ്ങോട്ട് കയറി പോകണം അവളുടെ അടുത്തേക്ക്. അളിയ, നീ ഒന്ന് സമാധാനപ്പെട്. അതിനു മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ വീടല്ലേ, ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും ചോദിക്കാം. സെറ്റപ്പ് വല്ലതും ഉണ്ടോ? 2 എണ്ണം ഉണ്ടായിരുന്നു. വീട്ടിൽ പിടിച്ച അച്ഛൻ അത് കാരണം കല്യാണം. അതാണോ അളിയാ ഞാൻ ചോദിച്ചത്? കുപ്പി ഉണ്ടോന്ന്? കുപ്പി പറയണ്ടേ? വീടിന്റെ പുറകെ വെച്ചിട്ടുണ്ട്. അത് പറയണ്ടേ അളിയാ? അത് അളിയന്റെ ഇങ്ങോട്ട് വന്നേ അച്ഛന്റെ കഷായ കുപ്പി. അത് അങ്ങോട്ട് കറങ്ങി കയറി അങ്ങോട്ട് ചാടി കയറി അങ്ങോട്ട് എങ്ങോട്ടാ പോണത്? എന്റെ അളിയ, ഞാൻ ചോദിച്ചത് മദ്യം ഉണ്ടോന്നാണ് ചോദിച്ചത്. മദ്യം. എന്റെ അളിയെ മദ്യം കഴിക്കരുത്. മദ്യം കഴിച്ച് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബം വട്ടം പൊളിയും, പ്രശ്നങ്ങളാകും. നമ്മൾ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല, പെണ്ണും പിള്ളേട്ട് കിടക്കാവും. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ എന്തിനു മദ്യം ഉപയോഗിക്കണം? നമ്മൾ ആ മദ്യം എന്ന് പറഞ്ഞ സാധനം എടുത്തങ്ങോട്ട് കളയുക. ഒരു മിനിറ്റ്, ഈ അടുത്ത മാസം 24-ാം തീയതി ഫ്രീ ആണോ? ഫ്രീ ആണ്. വീട്ടിന്റെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. നാടകത്തിന് 1 മണിക്കൂർ മുമ്പ് അളിയന്റെ ഒരു പ്രഭാഷണം ഞാൻ വെക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്താ പിന്നെ അളി എന്തോ അളിയ ഈ പറയുന്നത്? എന്റെ അറിയാലോ, അവൾ നാളെ രാവിലെ 6 മണിക്ക് അങ്ങോട്ട് പോകണതാണ്. എനിക്ക് ഇന്ന് എന്റെ ആദ്യ രാത്രി വെറുതെ അളിയ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അളിയാ. അളിയ, ഒരു മിനിറ്റ് ഇങ്ങ് വാ. എന്താ? ഇങ്ങ് വാ. എന്താണ്? പുറത്ത് പഠിച്ച പെണ്ണായോണ്ട് ചോദിക്കാം. അളിയൻ അവൾ എന്താ വിളിക്കുന്നത്? രേഷ്മ എന്ന് വിളിക്കും. അവൾ അളിയനെയോ? വൈശാഖേട്ടൻ. അപ്പൊ അവൾ അളിയന്റെ ആധാർ കണ്ടു കാണും. എന്ത്? ഇല്ലേ വയസ്സായ ചേട്ടാന്ന് വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ വയസ്സായ കൗണ്ടർ ഇവിടെ ഏറ്റി, അതൊന്നും അങ്ങോട്ട് അടിച്ചു മാറ്റിയതാ. അല്ലെ, കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് ഇങ്ങനെ ഭ്രാന്താവും. എനിക്ക് ടെൻഷൻ. 6 മണിക്ക് അവള് പോകുമെന്ന്. അരിമാനെ,
വരുമാനെ ഒരുപാട് കവറുകൾ കിട്ടിയിട്ടുണ്ട് കല്യാണത്തിന്റെ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാതാണ്ട് ഒരുപാട് പേര് പൈസ ആയിരുന്നു നമുക്ക് നോക്കാം എടാ പിന്നെ എന്തോ അതുകൊണ്ട് അവന്റെ വരവ് കണ്ടോടാ കല്യാണ ചെറുക്കന്റെ വരവ് കണ്ടോ എന്തോ തെറിയാണ് അവൻ അച്ഛൻ ഞാൻ ഇവിടെ ഒരു സാധനം അടിക്കും അച്ഛൻ കൂടെ നിന്നോളാം കോമഡിയാണോ ഓ കോമഡിയാ പാലും കൊണ്ട് പഴം എങ്ങോട്ടാ വാഴയുടെ ചോദിച്ചായിരുന്നു കിട്ടിയാ എന്നാ എഴുത് കാര്യം പറയാൻ വന്നിരിക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം എന്റെ കല്യാണം അച്ചാച്ചാ ഒറ്റയടിക്ക് നീ എറണാകുളത്ത് നിന്ന് എന്നെ കോട്ടയത്ത് കൊണ്ടുപോയില്ലടാ എന്തിന് അച്ചാച്ചാന്ന് വിളിച്ചു ഞാൻ അതല്ല പറഞ്ഞ അച്ഛൻ ടെൻഷൻ കൊണ്ട് ഞാൻ പറയണതാണ് എന്റെ കല്യാണം കഴിഞ്ഞില്ലേ അവള് നാളെ രാവിലെ പോവുകയാണ് അന്നേരത്തേക്ക് എനിക്ക് അവൾ അവിടെ ചെന്ന് വിസ അടിച്ചു നിന്നിട്ട് വേണം എനിക്കും കൂടി പോകാൻ അപ്പൊ ഞാൻ പറയണ്ടായോ ഞാനാണ് അവിടെ ചെല്ലേണ്ടത് ഞാനല്ല അവിടെ പോകണ്ട പക്ഷെ അളിയ ഞാൻ ഒരു കാര്യം ചോദിച്ചോളൂ ഈ അവിടെ ചെല്ലുമ്പോ എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ അവിടെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വെരി ഗുഡ് അപ്പൊ അതെങ്ങനെ എവിടെ പോയാൽ ശരിയാവും ഇങ്ങനെ ശരിയാവുന്ന തൊട്ട് എവിടെ പോകുന്നോന്ന് ആലോചിച്ചാ അതന്നെ ഇറ്റലി എങ്ങനെ ഉണ്ടല്ലേ നല്ല അരി ഉഴുന്നുവാണെങ്കിൽ അരച്ചു കഴിഞ്ഞാൽ ഉഗ്ര സാധനം ഉണ്ടാക്കാം എന്തോന്ന് ഇഡലി ഇറ്റലിയാണോ ഞാൻ പറഞ്ഞത് പിന്നെ ഇറ്റലി എങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ചോദിച്ചത് അതിന് ആര് ഇറ്റലി പോണ് ഞാൻ പോണത് നോർത്ത് അമേരിക്കയിലാ പോണത് എന്തിനാ തോർത്ത് അമേരിക്കയെ കൊണ്ടുപോകുന്നത് നിനക്ക് ഇന്ത്യയിൽ നിന്ന് തോർത്ത് വെച്ച് കുളിച്ചൂടെ ഒരു മിനിറ്റ് എന്ത് ചെയ്യാനാണ് സാധനം കുറവാണ് ഞാൻ പറഞ്ഞേക്കാം രണ്ടുപേരും കൂടെ അടിച്ചടിച്ചത് തീർക്കും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അച്ഛാ ഞാൻ ഒരു കാര്യം പറയട്ടെ യവനെ കൊണ്ട് പെണ്ണ് കെട്ടിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളൊരു ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോ മിനിമം 3 വട്ടമെങ്കിലും ആലോചിക്കണം അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും ചില കാര്യമൊക്കെ 3 വട്ടവും 4 വട്ടവും ഒക്കെ ആലോചിക്കണം നല്ലതാണ് എന്താളി അങ്ങനെ ഒരു ടോക്ക് അങ്ങത് കൊണ്ടല്ല അളിയൻ ഇവിടെ വന്ന് വലിഞ്ഞു കയറിയിരിക്കുന്നത് അവളാണെങ്കിൽ അവിടെ ടെൻഷൻ കൊണ്ടിരിക്കുകയാണ് ഞാൻ ചെല്ലട്ടെ പാലും കൊണ്ടങ്ങോട്ട് ചെല്ലല്ലേ അവിടെ ചെന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ ഒന്ന് അത് ഞാൻ ചോദിക്കാം നീ ആദ്യമായിട്ടില്ല അവളെ അടുത്തേക്ക് പോകുന്നത് അതെ അപ്പൊ അവിടെ ചെല്ലുമ്പോ നീ എന്ത് പറഞ്ഞ് സംസാരിച്ച് തുടങ്ങി കോമഡി അടിക്കും എനിക്ക് ഇഷ്ടംപോലെ കോമഡി അറിയാം ഭയങ്കര കോമഡിക്കാരനെ മറ്റേ തമാശ അത് വിട് കോമഡി എല്ലാ പെണ്ണുകാർക്കും ഇഷ്ടമാണ് അപ്പൊ ഞാനൊരു ചെറിയ കോമഡി അടിക്കും എന്ത് കോമഡി അടിക്കാൻ പോകുന്ന ഞാൻ അവിടെ ചെന്ന് ജനലിൽ ദിങ്ങിനങ്ങനെ നിൽക്കും അതിനവിടെ ജനലില്ലല്ലോ ചതിയാണ് കാണിച്ചത് റൂം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ വെങ്കടേഷനുള്ള റൂം ഞാൻ അവിടെ പോയിട്ട് അമ്പിളി നോക്കി അങ്ങനെ നിൽക്കും ഇതിന്റെ അമ്പിളി അപ്പൊ അയൽവൊക്കെ അമ്പിളിയായിട്ടുള്ള കണക്ഷൻ നീ വിട്ടില്ലല്ലടാ എന്റെ അച്ഛൻ അതല്ലെന്ന് അമ്പിളി മാമൻ അമ്പിളി മാമൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ ഞാൻ ഇങ്ങനെ നിൽക്കണേ അവള് കട്ടിലിൽ ഇതിങ്ങനെ പകുതി ബാക്ക് സൈഡ് ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കും ഞാൻ ഇങ്ങനെ ഇരിക്കും സ്വാഭാവികമായിട്ട് അവള് വിഷമിച്ചായിരിക്കുമല്ലോ ഇരിക്കുന്നത് അപ്പൊ ഞാൻ അവളോട് ചോദിക്കും കോമഡി ആണേ ഞാൻ അവളോട് ചോദിക്കും ഒരു ഗ്ലാസ് പാലെടുക്കട്ടെ ശരിക്കല്ല അവിടെ നിൽക്കി അവള് ചോദിക്കും വേണോന്ന് പറയും ഞാൻ പറയേ ഒന്ന് കരയാവായിരുന്നില്ലെന്ന് അപ്പൊ അവള് സ്വാഭാവികമായിട്ട് ചോദിക്കും എന്തിനാ കരയുന്നതെന്ന് അപ്പൊ നീ എന്ത് പറയും കരയുന്ന കുഞ്ഞിനെ പാലുള്ളെന്ന് വന്നൊരു മിസ്റ്റേക്ക് രാവിലെ 6 മണിക്ക് ആ കൊച്ചിന് പോകണ്ട നീ അകത്തക്കണം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും അവൾ ആകെ ടെൻഷനിലാണ് അതുകൊണ്ടാണ് നീ ചെല്ലടാ മോനെ വാടാ കണക്ക് നോക്കാം കാര്യം പറയാം എന്താ ഒരു കാര്യം ചെയ്യുമ്പോൾ മിനിമം 3 വട്ടം ആലോചിക്കും ഇല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും ദിവാകരൻ വിലാസിനി തെക്കേടോ ഈ അച്ഛനറിയാനൊക്കെ കൂടി ഇങ്ങനെ ഇത് ഈ കവറൊക്കെ നോക്കുമ്പോളേ ഇനി ഞാൻ എങ്ങനെ പോയി അവിടെ കിടക്കും മനസ്സമാനത്തോടെ എന്നോട് പറഞ്ഞല്ലടാ പൊക്കളാ നീ പൊക്കോ പോയി കിടന്ന് ഉറങ്ങിക്കോ അല്ല അത് ശരിയാണ് പരിപാടിയല്ല അളിയെ പോയി കിടന്ന് ഉറങ്ങേ അതെങ്ങനെ ശരിയാണ് ആളിനൊക്കെ ഉറക്കാൻ പറയട്ടെ നീ എന്നെ ഒത്തിരി യാത്ര ചെയ്ത് വന്നതാ കല്യാണത്തിന് സ്ഥലത്ത് വന്നു നീ പോയി കിടന്ന് ഉറങ്ങ അച്ഛാ അത് വിട് അത് കുഴപ്പമില്ല ഞാനും കൂടി ഇരിക്കാം അത് ശരിയാവുള്ളത് നീ പൊക്കോടാ ഇല്ലെന്ന് ഞാനും കൂടി ഇരിക്കാം എന്നാ വാ അല്ല ഞാനത് എടാ നീ ഇപ്പൊ കേറിപ്പോയി നീ നാളെ പറ ഞാനും അച്ഛനും അളിയനൂടെ കാശെല്ലാം അടിച്ചു മാറ്റിന്ന് പറയാനില്ലേ നീ ഇവിടെ ഇരുന്നാ മതി ഇന്ന് ഞാൻ ഒരു കാര്യം ചേച്ചാ ഞാൻ ഒന്ന് പറഞ്ഞിട്ട് ഒരു അച്ഛന്റെ കൂടെ ഇരുന്ന് കവർ നോക്കിയാൽ അല്ലെങ്കിൽ അവള് ടെൻഷൻ അടിച്ചാലോ ഞാൻ പറഞ്ഞിട്ട് വരാം കേട്ടോ വിലാസിനി തെക്കേടത്ത് കേട്ടോ 500 രൂപ വന്നു വിലാസിനി തെക്കേടത്ത് വിലാസിനി ചക്ക എടുത്തെന്നല്ല പറഞ്ഞ തെക്കേടത്താണോ വടക്കേടത്താണോ തെക്കേടത്താണോ വലത്തേടത്താണോ ചാച്ചാ അച്ഛൻ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ഇവിടെ വന്ന് കയറി മരുമോന എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയില്ല എന്തെങ്കിലും അറിയണേ വൈശാഖന്റെ തന്നെ വിളിച്ചു ചോദിക്കണം ഞാൻ വിളിച്ചു ചോദിക്കാം അവന് വിളിയടാ അളിയോ എന്തോ അളിയാ ഒന്ന് വന്നേ അളിയാ എന്താണ് അളിയാ എന്താണ് എടാ മോനെ അതെ വിലാസിനി തെക്കേടത്തെയാണ് വടക്കേടത്ത് ഒരു 500 രൂപ എന്നിട്ട് പോയടാ അവർ തെക്കെടുത്താലും വടക്കെടുത്താലും തന്നില്ലേ തന്നു ഇതിന് എന്തിനാണ് എന്നെ വിളിച്ചു വരുത്തുന്നത് നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്റെ അച്ഛൻ 6 മണിക്ക് പോണോന്ന് നമുക്ക് അത് അവളല്ലേടാ പോകുന്നേ ബാക്കിയായിട്ട് എല്ലാ സാധനങ്ങളും ഇതെന്താടാ പിന്നെ എനിക്ക് ഇതെന്ത് പടാ ഇത് എടാ ഇത് ബിവറേജ് എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് പടാ ഇത് ബിവറേജോ
ബിവറേജ് അച്ഛാ ഒരു ലെറ്ററും ഉണ്ട് ബില്ലും ഉണ്ട്. ആ വായിച്ചടാ അത്. പ്രിയപ്പെട്ട ദിവാകരൻ അറിയാൻ ഞങ്ങൾ കല്യാണത്തിന് വന്നിരുന്നു. 2 പെഗ് ചോദിച്ചപ്പോൾ ഇല്ലാന്ന് പറഞ്ഞത് കൊണ്ട് തരാൻ വെച്ചിരുന്ന കാശിന് ഞങ്ങൾ ചാരായം മേടിച്ചു കുടിച്ചു. അതിന്റെ ബില്ല് ചുവടെ ചേർക്കുന്നു. എത്ര രൂപ? 10,000 രൂപ. എന്റെ ദൈവമേ, നീ അവനെ വിളിച്ചാ, അവനെ വിളിച്ചേ. അളിയാ അളിയോ എന്താണ് അളിയാ? എടാ നിന്റെ കൂട്ടുകാർ വന്നിട്ട് നിനക്ക് മദ്യം മേടിച്ചു കൊടുക്കാൻ പോയത് 10,000 രൂപ ഇവിടെ നഷ്ടമായി കേട്ടോ. വിവരാജിന്റെ ബില്ല് കൊടുത്ത് തന്നേക്കുന്നവര്. അത് നിങ്ങൾ തമ്മിൽ നോക്കിയാ പോരെ, ഞാൻ അവിടെ പാക്ക് ചെയ്തിട്ടിരിക്കുകയല്ലേ. ബാക്കിയുള്ളതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു പോയതാണ്. പാക്ക് ചെയ്യുന്നേക്ക് നോക്കിയും കണ്ടും പാക്ക് ചെയ്യേണ്ട അളിയാ. എന്താണ് കവർ നോക്കി, ഞാൻ പറഞ്ഞിട്ട് വരണ്ട. കേശവൻ മുരുകാലെ അവന്റെ മോടെ കല്യാണത്തിന് അവൻ എനിക്ക് പണ്ട് 2,000 രൂപ 2 വർഷം മുമ്പാ ഒരു 2,000 രൂപ തന്നായിരുന്നു. അവൻ അതുപോലെ തിരിച്ചിവിടെ കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് അവൻ കൊണ്ടുവന്ന കറക്റ്റ് അച്ഛാ, ചില്ലറ പോലും മാറിയില്ല. കറക്റ്റ് 2,000 രൂപ. ഇതിനിപ്പോ തിരിച്ചെടുക്കത്തില്ലല്ലോ. തിരിച്ചെടുക്കത്തില്ലേ? വൈശാഖ എന്താണ്? ഒന്ന് ഇതുവരെ വാ വൈശാഖ. എന്താണ്? കേശവൻ കൊണ്ടുവന്ന് 2,000 രൂപ തന്നിട്ട് പോയിക്കുന്നു. ഒരു കാര്യം ചെയ്തേ, ഞാൻ കേശവന്റെ പേരിൽ ഒരു എങ്ങനെ കളിച്ചാലും ഒരു 10,000 രൂപ കേശവന്റെ പേരിൽ കവറിലിട്ട് ഇങ്ങോട്ട് തന്നോളാം. ഞാൻ ഒരു പേരിൽ എന്നെ അവിടുന്ന് വിളിച്ചിങ്ങോട്ട് വരുത്തല്ലേ? ഞാൻ പറയണ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ഇനി അങ്ങോട്ട് തന്നെ വിളിച്ചു വരുത്തരുത്. നിനക്ക് ഇനി വല്ലതും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. എന്ത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞപ്പോ എഴുതി വെച്ചൊരു ബുക്ക്, അത് നിന്റെ അലമാരിയുടെ മുകളിലുണ്ട്. അത് കൊടുത്തോണ്ട് നീ വേഗം ഇങ്ങോട്ട് വാ. ബുക്ക പ്രമാണം എല്ലാ സാധനം ഞാൻ ഇവിടെ എടുത്തിട്ട് തരാം. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, അങ്ങോട്ട് തിരിച്ചു വന്ന് നോക്കരുതും. വീഡിയോ കോളെങ്ങാനും വിളിക്കാൻ നോക്കിയാൽ അറിയാലല്ല, വെച്ച് കീച്ചിക്കളയില്ല. അറിയാല, വീഡിയോ കോള് കട്ട് ചെയ്യും ഞാൻ. ജർമ്മനിയിൽ നിന്ന് ഒരു പെണ്ണിനെ കിട്ടിയപ്പോ അവന്റെ സ്വഭാവം മാറിയുണ്ടോ? അവന്റെ സ്വഭാവം ഒരു പെണ്ണ് വന്ന് കയറിയപ്പോ അവന്റെ സ്വഭാവം മാറിയടാ. തന്തോട് പെരുമാറ്റമാണോ ഇത്? അച്ഛ ഈ മുഖം വെച്ചോണ്ട് സീരിയസ് പറയല്ലേ അച്ഛ, എനിക്ക് സത്യമായിട്ട് ചിരി വരും. പറയണ്ടാ 2 ബുക്ക്. ഇതെന്താ 2 ബുക്ക്? ഒന്ന് ഇവന്റെ കല്യാണത്തിന് നമുക്ക് കിട്ടിയ പൈസ എഴുതിയത്, ഇത് ഈ വീട്ടിൽ കയറി താമസത്തിന് എഴുതിയ ബുക്കാണത്. 2ന്റെ കണക്ക് ഇവിടെ വന്ന് നമുക്ക് ഒരുമിച്ച് വായിച്ചിട്ട് പോയാൽ മതി. വായിക്കടോ. നീ പോയി കിടന്ന് ഉറങ്ങടാ ഇറക്കാം. ഞാൻ ഇന്നത്തെ ഉറങ്ങണത്. നീ പോയി കിടന്ന് ഉറങ്ങ്. ഞാനിപ്പോ അവിടെ ചെന്നപ്പോ അവൾക്ക് നാളെ രാവിലെ പോകാനുള്ള പെട്ടിയൊക്കെ റെഡിയാക്കി അവള് റെഡിയായി നിൽക്കണമെന്ന്. ഇനി 2 മണിക്കൂറിൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. അറിയാവോ നിങ്ങൾക്ക്? എന്റെ ശാന്തി മുഹൂർത്തം ഞാൻ ഇനി എങ്ങനെ ആഘോഷിക്കും എന്റെ ദൈവമേ. എടാ നീ വിഷമിക്കണ്ടടാ, 3 വർഷം കഴിയുമ്പോ അവളിങ്ങി വരും. എന്റെ അളിയ ഇതല്ലേ ഞാൻ കുറെ നേരമായിട്ട് പറയുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും മിനിമം 3 വട്ടമെങ്കിലും ആലോചിക്കണമെന്ന്. എന്റെ അളിയ വിനോദ്, ശ്രീജു, വിഷ്ണു, നല്ലൊരു കൈഡി കൊടുക്കാം. കമന്റ്സിലോട്ട് പോയാലോ? ആദ്യം നസീർക്ക് പറയട്ടെ. കൊള്ളായിരുന്നു. നല്ലവണ്ണം കളിച്ചെടുക്കാൻ പറ്റിയ ഒരു ത്രെഡായിരുന്നു ഇത്. നല്ല രസമുള്ളൊരു സാധനമാണ്. കാര്യം ആ ഒരു ചെറുക്കൻ്റെ ടെൻഷൻ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ചെയ്തെടുത്താലും നല്ല കോമഡി ആയിട്ട് പോകുന്നൊരു സാധനമായിരുന്നു ഇത്. പക്ഷേ എന്തോ ചില ഏരിയകളൊക്കെ ഭയങ്കര ഡെഡായി പോയി. എല്ലാവർക്കും ഒരു ഒരു ചെറുക്കൻ ഒഴിച്ചിട്ട് ബാക്കി 2 പേരും ഒന്ന് ഡൗൺ ആയിപ്പോയി. നിങ്ങൾ 2 പേരും അവിടെ ഇരുന്നിട്ട് കുറേ ഭാഗങ്ങൾ ഡെഡായിട്ട് കിടക്കുക. വിനോദ് അകത്തേക്ക് പോയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങളിട്ട് ഫില്ല് ചെയ്യുക. ആ ഫില്ല് ചെയ്യുന്നതിൻ്റെ എൻഡിലാണ് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് അവനെ ഇങ്ങോട്ട് വിളിക്കേണ്ടത്. അപ്പോൾ അത്രയും നല്ല റഷായിട്ട് കിടക്കും. നല്ല തിരക്കായുള്ള ഒരു വീടായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി അടുത്ത പ്രാവശ്യം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ പ്രോപ്പർട്ടിയൊക്കെ തരുന്നത് യൂസ് ചെയ്യാനായിട്ട്, അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. ആ പ്രോപ്പർട്ടിയുടെ അവിടെ നമ്മൾ പഠിച്ചു വെച്ചത് മാത്രമേ അവതരിപ്പിക്കൂ എന്ന് പറയുന്നത് ശരിയല്ല. എന്തെങ്കിലുമൊക്കെ കൈ നീട്ടി ഫില്ല് ചെയ്ത് അവിടെ നിൽക്കാം. അതാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കഴിവെന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കുക, നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല പ്ലേ ആയിരുന്നു. നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഞാൻ പറയുന്നത്, നമുക്കിത് കാണുമ്പോൾ അതിനകത്തൊരു പെണ്ണുണ്ട് എന്നുള്ളൊരു പരിപാടി. അതായത് പെണ്ണിനെ കാണാൻ വേണ്ടി പോവുകയാണ്. ആ ഒരു വെപ്രാളമൊക്കെ ആദ്യം മുതൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആ സ്പ്രേ ഐറ്റം ഇല്ലേ ഈ കൗണ്ടറിന്റെ, അത് തുടക്കം തൊട്ടൊരു ചിരിയായിരുന്നു അല്ലേ? അത് ശശാങ്കണ്ണൻ നന്നായിട്ട് അതൊരു ഉഗ്രം കൈ. നിങ്ങളുടെ ലക്കിന് കിട്ടിയതാ കേട്ടോ. അല്ല എന്നറിയോ, നിങ്ങളത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് കളിച്ചു. എന്തെങ്കിലും ചെറുതായിട്ട് കുറഞ്ഞു പോയി നിങ്ങളുടെ ടെൻഷൻ കൊണ്ട്, നിങ്ങളുടെ കയ്യിൽ കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ ടെൻഷൻ കൊണ്ടാണ്. ബാക്കിയെല്ലാം നന്നായിരുന്നു. അടിപൊളി. ഓൾ ദി ബെസ്റ്റ്. വിനോദിന് എന്ത് ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന്? ഇത് നിങ്ങളൊരു പുതിയ കോമ്പിനേഷൻ അല്ലേ? അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ വിനോദിനുണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് 3 പേര് ചെയ്യുന്നത്. ആണല്ലേ? പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു വിനോദ്. നല്ല ടീമാണ് നിങ്ങളൊരു നന്നായിട്ടൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും ഇത്. ഇപ്പം ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞെല്ലാം നമുക്ക് തോന്നിയ കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം എഡിറ്റ് ചെയ്ത് വന്നു കഴിയുമ്പം അതിൻ്റെ ഒന്നും നമ്മളെ പ്രേക്ഷകർ അറിയത്തുമില്ല. ഇതൊരു ഗംഭീര സ്കിറ്റായിരിക്കും. അപ്പോൾ നമ്മൾ പറയാൻ കാരണം, നമ്മൾ ചിലപ്പോൾ ഇവിടെ കാണുന്നതിനാണല്ലോ നമ്മൾ മാർക്കിടുന്നത്. അപ്പം അതുകൊണ്ടാണ്. അപ്പം എന്തായാലും
കുറേ നല്ല സിറ്റുവേഷൻസ് കുറേ ഉണ്ടായിരുന്നു. അത് ആ ഒരു കൃത്യമായിട്ട് ആ ഒരു ഓർഡറിൽ നിങ്ങൾ റിഹേഴ്സൽ ചെയ്ത് ഓരോന്നോരോന്ന് വന്നിരുന്നെങ്കിൽ ഒരു അതിഗംഭീര സ്കിറ്റാവേണ്ട ഒരു സ്ക്രിപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ അത് പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ നിങ്ങളുടെ ഒരു ടെൻഷൻ കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് പോയി. പക്ഷേ ഈ പറഞ്ഞതുപോലെ എഡിറ്റിങ്ങിൽ അതെല്ലാം ഭംഗിയായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് ടൈം വരുമ്പം പുതിയ ടീമാണ്, അതിൻ്റെ ഒരു ടെൻഷൻ കൊണ്ട് നെക്സ്റ്റ് ടൈം വരുമ്പം ആ ടെൻഷൻസ് ഒന്നും വേണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഗംഭീര പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് മാർക്സിലോട്ട് പോയാലോ? ഞാൻ 8 മാർക്ക് തരും. 8 മാർക്കാണ് നസർക്ക് തന്നിട്ടുള്ളത്. അപ്പം ഞാനും ഒരു 9,000 രൂപ ഞാനും നിങ്ങൾക്ക് തരും. ഓക്കെ, ഇപ്പോൾ 17 ഇപ്പോൾ ആയി ടോട്ടൽ ആയിട്ടുണ്ട്. ബാക്കി പ്രചോദനം 30,000. മോശമല്ലാത്ത എമൗണ്ട് തന്നെയാണ്. ആദ്യമായിട്ടൊരു കോമ്പിനേഷൻ ഒരു ടീം വരുമ്പോൾ കിട്ടുന്ന വലിയ തെറ്റില്ലാത്ത എമൗണ്ട് തന്നെയാണ്. പക്ഷേ ഇത് പോരാ, നിങ്ങൾ 3 പേരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ്. അപ്പം നെക്സ്റ്റ് ടൈം ഗംഭീര പരിപാടികളും പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, അപ്പം നല്ലൊരു കൈഡ് നമുക്ക് കൊടുക്കാം. ശ്രീജു ആൻഡ് വിനോദ്. അതെ, ഇന്ന് ഇത്രയും ചിരി മതി. ഇതാ നമ്മുടെ ടീമുകൾ, നമ്മുടെ പിള്ളേരും ഇന്ന് ചിരി ഇന്നത്തെ ചിരി ഇത്രയും പോരെ. ബാക്കി നമുക്ക് നാളെ ചിരിക്കാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.